ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഓഗസ്റ്റ് മാസം 14 തീയതി നമ്മൾ 15 തീയതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മൊഴിരാത്രി പ്രാർത്ഥനയുള്ള ബന്ധത്തിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. എല്ലാ മാസത്തിൻ്റെയും പ്രാരംഭ ആഴ്ചകളിൽ നമ്മൾ മൊഴിരാത്രി പ്രാർത്ഥനകൾക്ക് വേണ്ടി കൂടി വരാറുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിൽ ഒന്നിച്ചു വന്ന് ഇരിക്കുന്നത് തന്നെ കൂടി വരുന്നത് തന്നെ അനുഗ്രഹമാണ്. ഒരു രാത്രി ദൈവസേനയിൽ നമ്മൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യമൊക്കെ തന്നാൽ സന്തോഷമാണ്. ദൈവം തരുന്ന ദാനമാണ്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും ഒന്നിച്ച് ദൈവസേനയിലിരിപ്പാൻ സ്വർഗം നമ്മളെ ബലപ്പെടുത്തിയല്ലോ. ഇതുവരെ ക്ഷീണം കൂടാതെ ഇരുത്തിയ നമ്മെ കർത്താവ് തുടർന്നും ക്ഷീണരാകാതിരുത്തുവാൻ ദൈവവിശ്വാസം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥനയായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം പതിപോലെ ദൈവന ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വചനം വായിച്ചു തുടർന്നുള്ള ഭാഗങ്ങളാണ് എത്തിക്കാറുള്ളത്. ഇന്ന് രാത്രിയിലും ഈ ദൈവന ചിന്തയുള്ള ബന്ധത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 22-ാം വാക്യത്തെ ആധാരമാക്കി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ചിന്തിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിലിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവന് എന്ത് വിലമതിപ്പാനുള്ളൂ. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഇസ്രായേലിനെ യഹൂദയ്ക്ക് വന്ന വീഴ്ചകളും അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങളും അവരെ ചികിത്സിച്ചാൽ മടങ്ങി വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ദൂതുകൾ അറിയിച്ച് 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നു: മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്നതാണ് ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ സന്ദേശം. എന്താണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? എന്നാൽ എന്തായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടി, ആരാകാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സൃഷ്ടിയെപ്പോലെ മാത്രമായി തീർന്ന മാനവജാതിയെ നോക്കിയിട്ട് ദൈവം പറയുകയാണ് അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ. സങ്കീർത്തനം 8-ാം അധ്യായം 4-ാം വാക്യത്തിലും ഇത് സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 8-ാം അധ്യായം 4-ാം വാക്യം അത് എബ്രായ ലേഖനത്തിൽ എടുത്ത് ചിന്തിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് 2-ാം അധ്യായത്തിൽ അതേ വചനം എടുത്ത് ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുകയാണ് അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ, അവനെ വിട്ടൊഴിവീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും വിട്ടൊഴിഞ്ഞു പോയോ ദൈവം എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സങ്കീർത്തനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പോയ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്തെങ്കിലും ഉള്ളൂ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിവിടെ ദാവീദ് ഈ ചോദ്യം ചോദിക്കുകയാണ്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം എന്ന് അവിടെ ചോദിക്കുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിലെ ആത്മാവിൽ ഇസ്രായേലിന് വന്ന വീഴ്ചകളെ, യഹൂദയ്ക്ക് വന്ന തളർച്ചയെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് പ്രവാചകൻ ആത്മാവിൽ പറയുകയാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെന്ത് വിലമതിപ്പാൻ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യമാണെങ്കിൽ നിശ്ചയമായിട്ടൊരു ഉത്തരമുണ്ട്. ദൈവത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും നിത്യവുമായിട്ടുള്ള മറുപടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തവും അനുഗ്രഹവുമായ മറുപടികൾ, അതിൻ്റെ ഉത്തരം നമുക്ക് ദൈവത്തിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് രാത്രിയിലും വിലമതിക്കാൻ ഒന്നുമില്ലാത്ത മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനാണോ നീയും ഞാനും എന്നാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താണ് മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ സർവശക്തൻ്റെ ജീവശ്വാസമാണ് അവൻ്റെ മൂക്കിൽ ഊതിയത്. വെറുമൊരു ശ്വാസമുള്ള മനുഷ്യനായിരുന്നില്ല ആദം. അവൻ ശോഭയുള്ളതായി തീർന്നത് സർവശക്തൻ്റെ ജീവനുള്ള ആ ശക്തി അവൻ്റെ മൂക്കിൽ ഊതിയപ്പോൾ
അവൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്വാസത്താൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ ശ്വാസത്താൽ നശിപ്പിക്കപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ അതേ ശ്വാസത്താൽ വീണ്ടും വീണ്ടെടുക്കപ്പെടുന്നുമുണ്ട്. 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമയച്ച് സൃഷ്ടി നടത്തും. നമുക്കറിയാം, സങ്കീർത്തനം 104 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം തൻ്റെ വചനമയച്ചാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ സൃഷ്ടി നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കണം. ദൈവത്തിൻ്റെ വചനം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു. 104 സങ്കീർത്തനം 30 വാക്യം. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരും. 104:29. 104:29 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ശ്വാസം എന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ തൻ്റെ വചനം അയച്ചാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവം സൃഷ്ടിക്കുന്നതിൽ മനുഷ്യനെ സൃഷ്ടിച്ച വ്യത്യാസം എന്താണ് എന്നാണ് രാത്രി നാം ചിന്തിക്കുന്നത്. ദൈവം അയച്ച് തൻ്റെ വചനം കൊണ്ട് സ്ഥലത്തെ സൃഷ്ടിച്ചു. സൂര്യനെ സൃഷ്ടിച്ചിട്ട് അതിൽ ദൈവാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മടങ്ങിപ്പോയി. സൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ കാണുന്ന സകല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഏത് വചനമാണോ സൃഷ്ടിച്ചതിന് ശേഷം അത് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. അതിൽ ആ ശ്വാസം ദൈവവചനം നിലനിൽക്കുക. അതിനെക്കൊണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പ്രവൃത്തിപഥത്തിലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ വചനം അവിടെ വ്യാപരിക്കുന്നതിൽ അത് സൃഷ്ടിതാവിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി ദൈവം തൻ്റെ ശ്വാസം അയച്ച് ഇല്ലാതാക്കി കളയുമ്പോൾ അവിടെയും തൻ്റെ വചനം അയച്ച് ഇല്ലാതാക്കിയിട്ട് ശേഷം ആ വചനം മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യ കുലം മുഴുവനും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ മൂക്കിൽ ജീവശ്വാസമുള്ള സകലത്തെയും ദൈവം ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ ദൈവം വിലമതിച്ച 8 പേരെ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ദൈവം വിലമതിച്ച വിവേകമുള്ള ദൈവത്തിൻ്റെ ജീവശ്വാസം ഉണ്ടായിരുന്ന മറ്റുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന നോഹയെ കുടുംബമാകുന്ന 8 പേർ അവിടെ ഉണ്ടായിരുന്നു. അത് ചത്ത് അടിയുവാൻ ദൈവം സമ്മതിച്ചില്ല. അവരെ ദൈവം സംരക്ഷിക്കുവാൻ എത്തുന്നു. അപ്പോൾ ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവര് ദൈവത്തിൻ്റെ ജീവശ്വാസം, സർവശക്തന്റെ ശ്വാസമാണ് അവരിൽ ഊതിയത്. അത് സർവശക്തന്റെ ജീവശ്വാസമാണ് അവരിൽ ഊതിയത്. അപ്പോൾ ആദമും ഹവ്വയും സാധാരണ ഒരു സൃഷ്ടി ആയിരുന്നില്ല. അവരിൽ ഇരുവായിട്ടുള്ള വാളായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ജീവശ്വാസം അവരിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് വിട്ടുമാറിപ്പോയില്ല. ആദത്തെ സൃഷ്ടിച്ച ശേഷമായി അവൻ്റെ ജീവശ്വാസം അതുകൊണ്ടാണ് അവൻ്റെ മൂക്കിൽ പ്രത്യേകമായി ഊതിയത്. അത് അവനിൽ വ്യാപരിക്കാൻ വേണ്ടി, അത് മടങ്ങിപ്പോകാൻ വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ മറ്റുള്ളത് വ്യത്യസ്തമാക്കി അധികാരമുള്ളവനാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖനത്തൊക്കെ പറയുന്ന മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ എന്ത് വിലമതിപ്പാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 2-ാം അധ്യായം എബ്രായ ലേഖനം 5 വാക്യങ്ങൾ പറയുമ്പോൾ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവൻ്റെ സ്വരൂപ സദസ്സുള്ള മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഇവിടുത്തെ ഈ ലോകം കൊണ്ട് തീരാനുള്ളതല്ല, ഭാവി ലോകത്തെക്കുറിച്ചുള്ളതാണെന്നുള്ള വ്യക്തമായ രീതിയിൽ വെളിപ്പെടുത്തി മനുഷ്യ സൃഷ്ടിയുടെ വില എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തെ നോക്കിയാൽ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂവെങ്കിൽ, അത് മാത്രമേ ചിന്തയുള്ളൂവെങ്കിൽ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനാ അവനെ വിലമതിപ്പാൻ ഒന്നുമില്ല, അവനെ വിട്ടൊഴിയണം. എന്നാൽ ഇതിനപ്പുറമായ ഒരു ഭാവി ലോകത്തെക്കുറിച്ചുള്ള, ഒരു വാക്തത്വത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവൻ വ്യത്യസ്തനാണ്. അവനിൽ വ്യാപരിക്കുന്നത് വെറും മൂക്കിൽ ശ്വാസമുള്ള മൃഗത്തെ പോലെ, മറ്റുള്ളവരെ പോലെ ഒരു ഇവിടുത്തെ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ശ്വാസമല്ല അവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ വിവേകത്തിന്റെ പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നത്. അവർ വ്യത്യസ്തതയുള്ളവരാണ്. അവരെക്കുറിച്ചാണ് ഭാവി ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോകത്തിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുന്ന ഭാവി ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവന് എന്തുമാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു.
ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച്, അവൻ്റെ നാമത്തെക്കുറിച്ചുള്ള പ്രവചനമായ 8-ാം സങ്കീർത്തനമായിട്ട് ഇത് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ എബ്രായ ലേഖന 2-ാം അധ്യായവും അതുപോലെ ഇതെല്ലാം എടുത്ത് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ബന്ധത്തെ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്ത വിഷയം ഇതാണ്: മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനും മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസമുള്ള മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിലമതിക്കുവാൻ അവനെ വിലയില്ലാത്തവനല്ലായിരുന്നു. അവൻ സൃഷ്ടിയുടെ മകുടമായിരുന്നു. അന്ന് സൃഷ്ടിക്കപ്പെട്ട സകലത്തിൽ നിന്നും അധികാരമുള്ളവനായിട്ട്, സകലത്തിന്മേൽ അധികാരം വാഴുവാൻ വേണ്ടി തേജസ്സുള്ളവനായി, അധികാരമുള്ളവനായി, ദൂതന്മാരെക്കാൾ അല്പം താഴ്ചയുള്ളവനായി. എന്ന് പറഞ്ഞാൽ ദൂതന്മാർക്ക് ജഡമരണമില്ല, എന്നാൽ മനുഷ്യർക്ക് ജഡമരണമുണ്ട്, ആത്മമരണമുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തതയുള്ളത്. ദൂതന്മാർക്ക് ജഡമരണമില്ല. ക്രിസ്തുവിനെ കുറിച്ചും പറയുമ്പോൾ ഇവിടെ ലേഖനത്തിൽ പറയുന്നത് ദൂതന്മാരിലും അല്പം താഴ്ച അനുഭവിച്ചവനായ യേശു എന്ന് പറയുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് പലർക്കും അത്ര വലിയ കാര്യമില്ല, അറിയത്തില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൂതന്മാരെക്കാൾ താഴ്ന്നവനാണ് യേശു എന്നല്ല എൻ്റെ അർത്ഥം. 2-ാം അധ്യായത്തിലേക്ക് ഞാൻ ഇബ്രാഹിം ലേഖന ക്ലാസ് എടുത്തപ്പോൾ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനമുള്ളവൻ അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൂതന്മാരിലും താഴ്ചയുള്ള, അല്പം താഴ്ചയുള്ള സൃഷ്ടിച്ചതിൻ്റെ അർത്ഥം ദൂതന്മാർക്ക് ജഡമരണമില്ല, എന്നാൽ മനുഷ്യർക്ക് ജഡമരണമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവും നമുക്ക് സദൃശ്യമായി വന്നതുകൊണ്ട്, നമ്മളോട് സദൃശ്യമായി പാപജഡത്തിന്റെ സദൃശ്യത്തിൽ യേശു വന്നതുകൊണ്ട് യേശുവിനും ജഡമരണം അവനും സ്വീകരിച്ചു. ദൂതന്മാർക്ക് ജഡമരണമില്ല. അതുകൊണ്ടാണ് ദൂതന്മാരിലും അല്പം താഴ്ച, ഒരു താഴ്ച, അല്പം ഒരു താഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം. ഇപ്പൊ വചനത്തിനകത്ത് നിന്നാണ് വള്ളിയും പുള്ളിയും മാറാൻ പാടില്ല എന്ന് പറയുന്നത്. ദൂതന്മാരിലും താഴ്ച വന്നവനായ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാരെക്കാൾ ചെറുതാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണ്ടി, അതിന് പറയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച. കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മമരണമില്ല. അവനും ഉണ്ടായിരുന്നത് ഒരു താഴ്ച. ദൂതന്മാർ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ജഡമരണമില്ല. അവർ പാപം ചെയ്തു കഴിഞ്ഞാൽ അവർ നിത്യമരണമായിരിക്കുന്നു. അവരെ അന്ധകാരത്തിൽ, അവരെ അന്ധതമസ്സിൽ ചങ്ങലയിട്ടിരിക്കുകയാണ്. അവർക്ക് പുനരുത്ഥാനമില്ല. എന്നാൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പുനരുത്ഥാനത്തിന്റെ, ശരീരത്തിന്റെ പുനരുത്ഥാനം അവർക്കില്ല, ജഡത്തിന്റെ പുനരുത്ഥാനമില്ല. എന്നാൽ യേശു ക്രിസ്തു അവൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ വചനപരമായിരിക്കുന്ന അർത്ഥം ഇതാണ്: മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി യേശു ജഡത്തിൽ മരണത്തെ വഹിച്ച് അവൻ നമ്മുടെ മരണത്തെ നീക്കി നമ്മെ നിത്യ ജീവൻ ഓഹരിക്കാരാക്കി തീർക്കാൻ വേണ്ടി അവൻ ശരീരത്തിൽ ജഡമരണം അനുഭവിച്ചതിനെയാണ് ഇവിടെ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായിട്ട് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവനെ എന്തുമാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അപ്പോൾ ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവരെ ദൈവത്തിന്റെ സ്വരൂപസദൃശ്യം സൃഷ്ടിച്ചിരുന്നു. അവരെ ദൂതന്മാരിലേക്കാളും അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചത് അവർക്ക് ജഡത്തിൽ മരണം ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിന് മുൻ പ്ലാനായിരുന്നു, പദ്ധതികളായിരുന്നു. അതനുസരിച്ചാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനിൽ ഊതിയത് ദൈവത്തിന്റെ ജീവശ്വാസമാണ്. സർവശക്തന്റെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതുവാനിട. 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ശ്വാസവും ജീവശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞുള്ള സകലത്തെയും സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ശ്വാസം കൊണ്ടാണ്. ദൈവത്തിന്റെ ശ്വാസം, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ജീവശ്വാസമാകുന്ന അത് ഊതിയത് മുഖാന്തരമായി ദൈവത്തിന്റെ ജീവശ്വാസം മനുഷ്യരിൽ മാത്രമാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യരുടെ ജീവശ്വാസം സർവജടത്തിൻ്റെയും ജീവൻ, അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ് സർവജടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ദൈവം കൊടുത്തിരിക്കുന്ന ജീവശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മുഖാന്തരമായിട്ടാണ്
മനുഷ്യർക്ക് വിവേകമുണ്ടായിരുന്നാണ് യോബിന്റെ പുസ്തകം പറഞ്ഞത്. യോബിന്റെ പുസ്തകത്തില് നമുക്ക് വായിക്കുമ്പോൾ 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ലഭിച്ചിരിക്കുന്ന മറ്റുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ജീവശ്വാസത്തിന്റെ പ്രത്യേകത മനുഷ്യനെ വിവേകമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നത് ദൈവത്തിന്റെ ജീവശ്വാസം കൊണ്ടാണ് നമ്മളെ വിവേകമുള്ളവരാക്കി മാറ്റിയിരിക്കുന്നത്. അവന് ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യന് ചിന്തിക്കുവാനും അവന് ആലോചിക്കുവാനും പേരിടുവാനും ഒക്കെയുള്ള കഴിവുണ്ടായിരുന്നു. അന്ന് സൃഷ്ടിക്കപ്പെട്ട സകല മൃഗങ്ങൾക്കും എല്ലാറ്റിനും പേരിട്ടത് ആദമായിരുന്നു. അപ്പോൾ ആദം സകലത്തിനും പേരിടണമെങ്കിൽ അവനൊരു മൃഗത്തെ കാണുമ്പോൾ അതിൻ്റെ ആ രീതി കണ്ടിട്ട് അതിന് പേരിടുവാൻ ഇടയാത്തന്നു. ഒരു പറവയെ കാണുമ്പോൾ, കഴുകനെ കാണുമ്പോൾ അതിൻ്റെ ചിറകുകളെ നോക്കി പേര് വിളിച്ചു. ആനയെ കണ്ടപ്പോൾ, പ്രാവിനെ കണ്ടപ്പോൾ ഓരോന്നിനും പേരിടുവാൻ ഉള്ള ചിന്താശക്തി ദൈവം കൊടുത്തിരുന്ന ജീവശ്വാസത്തിൽ അടങ്ങിയിരുന്നു, ആദത്തിൽ അടങ്ങിയിരുന്നു. അതാണ് അവനെ വ്യത്യസ്തനാക്കിയിരുന്നത്. അപ്പോൾ ആ ജീവശ്വാസം, ആ പ്രത്യേകമായിരിക്കുന്ന ശക്തി അവന് വിവേചിപ്പാനുള്ള കഴിവ് അവന് കൊടുത്തിരുന്നു. അത് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, അന്നുണ്ടായിരുന്ന സകല സൃഷ്ടികളെ അവൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുവന്നപ്പോൾ എല്ലാറ്റിനും പേരിടണമെങ്കിൽ അവൻ എത്രമാത്രം ജ്ഞാനമുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അന്ന് അവൻ പേരിടുവാൻ ഇടയാത്തുന്നതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചത് ദൈവം കൊടുത്ത വിവേകത്തിന്റെ ശക്തിയായിരുന്ന ആത്മാവായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹവ്വയിലും ഈ ദൈവത്തിന്റെ ജീവശ്വാസത്തിന്റെ പങ്ക് അവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നിഷ്പാപയുഗത്തിൽ അവര് രണ്ടുപേരും ഒരുപോലെ ദൈവതേജസ്സിനാൽ നിറയപ്പെട്ടവരായിരുന്നു. അന്ന് വരെയും ഈ മനുഷ്യനിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നത് നന്മയുടെ മാത്രം ശക്തിയായിരുന്നു, നന്മ മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ അകത്തെ കണ്ണ്, ഹൃദയദൃഷ്ടി മാത്രമാണ് പ്രകാശിച്ചുകൊണ്ടിരുന്നത്. പുറം കണ്ണിനോ ബുദ്ധിക്കോ അവിടെ പ്രായോഗികമായിരിക്കുന്ന ഒരു സ്ഥാനമില്ലായിരുന്നു. പുറം കണ്ണുകൊണ്ട് കാണേണ്ടതും ചിന്തിക്കേണ്ടതുമായിരിക്കുന്ന ഒരു 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 നിലവാരത്തിലായിരുന്നില്ല ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. കാരണം ഒരൊറ്റ കാര്യമേ മാത്രമേ ഉണ്ടായിരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനയും ദൈവിക സംരക്ഷണവും അവർക്കന്ന് നിർമ്മലമായ മനസ്സാക്ഷി ഉണ്ടായിരുന്നുകൊണ്ട് ദൈവത്തോടുള്ള ആരാധനയും ഉണ്ടായിരുന്നു. അതാണ് ആദ്യം മനുഷ്യനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. നിഷ്പാപയുഗത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത് വെളിച്ചം മാത്രമായിരുന്നു. ഇളായിരിക്കുന്ന ആ നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും, അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും, അതവിടെ ഉള്ളിലേക്ക് അതിനെ കടന്നു വന്നതില്ല. ദൈവം പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ, അത് തിന്നരുതെന്ന് മാത്രമേ. എന്നാൽ ആദത്തെയും ഹവ്വയെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്ത് എന്നും അങ്ങനെ ആദവും ഹവ്വയും ഇത് തിന്നാതെ അവിടെ എങ്ങനെ നിൽക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ചില പരാജയങ്ങൾ അതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാ. അവിടെ ആദ്യമേ മനുഷ്യൻ പരാജയപ്പെട്ടില്ല എങ്കിൽ വംശപത്രം ഉണ്ടാകത്തില്ല, ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടത്തില്ല, തിന്മയെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആദമെന്ന് അവിടെ പാപം ചെയ്തതുകൊണ്ട്, ഹവ്വ പാപം ചെയ്തതുകൊണ്ട് അവിടെ മനുഷ്യവംശത്തിന് നഷ്ടമല്ലുണ്ടായത്, ലാഭമാവുണ്ടായത്. കാരണം ദൈവം അവിടെ ഒരു കാലം വെച്ചിരുന്നു എന്നുവരെ, നിഷ്പാപയുഗം എന്നുള്ളത്. അതിൽ ലംഘിക്കുന്നവരെ അവർക്കവിടെ താമസിക്കാമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ, പ്രിയപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് ആദത്തെയും ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആദത്തിൽ കണ്ടിരുന്നത് ജയാളിയായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടിരുന്ന, വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവനിൽ നിന്ന് വെളിയിൽ വരുവാനുള്ള, അവനാൽ സൃഷ്ടിക്കപ്പെടുന്ന സഭയെ ദൈവം കണ്ടിരുന്നു. അത് നേടായി നിൽക്കുന്ന ആ ഭാഗത്ത് അത് അതുപോലെ യാഥാർത്ഥ്യമാറ്റേണ്ടമെങ്കിൽ എന്നും ആദമും ഹവ്വയോട് ഇരിപ്പാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ ഹവ്വ പരാജയപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, നിർണയമായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഈ ഹവ്വയുടെ അടുത്തേക്ക് ഈ സാത്താൻ പ്രവേശിച്ച പാമ്പ് വന്നപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവിടെ അവളെ വ്യാമോഹിപ്പിക്കുകയാണ്. രണ്ട് രീതിയിലാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൾ ഉണ്ടായിരുന്ന ചിന്താമണ്ഡലത്തെ വിവേചിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ചിന്ത അവളിലേക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവളെ അന്ന് തെറ്റിദ്ധരിപ്പിച്ച് എത്രമാത്രം പറഞ്ഞുകൊണ്ടാ, നിങ്ങളിപ്പോൾ ദൈവത്തെ പോലെയൊന്നുമല്ല. കാരണം ദൈവത്തെ പോലെയാണെങ്കിൽ ഒന്നിനും കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. ദൈവം സർവ്വസ്വാതന്ത്ര്യമുള്ളവനാണ്.
അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വിഷനടുവിലുള്ള വിഷഫലം കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്കത് റെസ്ട്രിക്ഷനാണ്, നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ദൈവമല്ല, നിങ്ങൾ ദൈവത്തെ പോലെ അല്ല. അതുകൊണ്ട് ദൈവത്തെ പോലെ ആകണമോ, സ്വാതന്ത്ര്യം ഉണ്ടാകണമോ, എങ്കിൽ ഇത് തിന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ ചിന്തിച്ച്, ശരിയാണല്ലോ, ഈ ഒരു വിഷയം ഞങ്ങൾക്കത് സ്വാതന്ത്ര്യമില്ലല്ലോ, അപ്പൊ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉന്നതി കിട്ടുമെന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോഴാണ് ഹവ്വ വിചാരിച്ചു ഉന്നതി പ്രാപിക്കണം, അത് കാണാൻ നല്ലതാണ്, തിന്മാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത. ഏതെങ്കിലും ഉന്നതി വരുമ്പോൾ എടുത്ത് ചാടരുത് കേട്ടോ. ദൈവത്തിന് ഉപദേശമായിരുന്നു ഹവ്വ വീഴണമെന്നുള്ളത് ശരിയാ. നമ്മളും ഉയർന്ന പലിശ കിട്ടുമെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ പുറകെ പോകരുത്. സാധാരണ ഒരു പലിശ കിട്ടും, എന്നാൽ വലിയൊരു വ്യാമോഹിപ്പിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടി പോകരുത്. അത് സാധാരണ വീഴിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. അതാണ് അവിടെ ചെയ്തത്. ഇവിടെ മനുഷ്യ പറ്റുന്ന കുഴപ്പം ഇതാ, നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു വളർച്ചയോ ഉയർച്ചയോ കാണുമ്പോൾ കിട്ടുന്ന കഴിഞ്ഞാൽ അന്നേരം തന്നെ വേണമെങ്കിൽ എല്ലാം കൂടെ കെട്ടിപ്പറിക്ക് വേണമെങ്കിൽ കൊണ്ട് ഞാനത് ഇടയ്ക്കും. കാരണം ഇത്രയും കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള അതിബുദ്ധിക്ക് പോയതാണ് ഹവയ്ക്ക് വന്ന കുഴപ്പം. ഹവയോടെ നോക്കിയപ്പോൾ ഇത് ശരിയാണല്ലോ, ഈ ഒരു വിഷം മാത്രമല്ല, വർഷഫലമല്ല തിന്നാൻ കഴിയാത്തത്, ബാക്കിയെല്ലാം സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ ദൈവത്തെ പോലെ ആണെങ്കിൽ സ്വാതന്ത്ര്യം വേണമല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്ന് തിന്നു നോക്കാം എന്നുള്ള ചിന്ത വന്നപ്പോൾ അവളുടെ മനസ്സിൽ രണ്ട് ചിന്താഗതികൾ വന്നു. അത് ദൈവം കൊടുത്തിരുന്ന നന്മയുടെ ചിന്താഗതിയെ മറികടക്കുന്ന ഇരുളിന്റെ ശക്തി അവൾ വ്യാപരിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? അത് തീരുമാനമെടുത്തു തിന്നുകളയാമെന്ന്. അങ്ങനെ തിന്നത് മുഖാന്തരമായി അനുസരണക്കേട് വ്യാപരിച്ചപ്പോൾ അവളുടെ മനസ്സിന്റെ ഭാഗം ഇരുളിലേക്ക് മാറിയപ്പോൾ അവളിൽ വ്യാപരിച്ചിരുന്ന ആ വെളിച്ചമായിരിക്കുന്ന വിവേകം അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോയി. ആദവും ഭക്ഷിച്ചപ്പോൾ മടങ്ങിപ്പോയതാണ് അവർ മൃഗതുല്യരായി തീരുവാനിടയാക്കുന്നത്. വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീർന്നു. ആദവും ഹവ്വയും അതുവരെ ദൈവത്തിന്റെ ജീവശ്വാസമുള്ള, വിവേകമുള്ള, തേജസ്സുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ അവരിലേക്ക് ഈ പൈശാചികന്റെ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ, ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകാം എന്നുള്ള ചിന്ത വന്നപ്പോൾ ഉയർച്ച പ്രാപിക്കാം, ഇപ്പോഴുള്ളതിനേക്കാൾ ഉയർച്ച ലഭിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുതെന്നുള്ള റെസ്ട്രിക്ഷൻ. അതാണ് ഹവ്വയെ കണ്ടിരുന്ന ഒരു കുറവായി സാത്താൻ എടുത്ത് കാണിപ്പനിടയാക്കുന്നത്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തികവായി തീരുമല്ലോ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഈ പരിമിതി കൂടി എനിക്ക് അതിജീവിക്കണമെന്ന് ചിന്തിപ്പാനിടയാത്തത്. ഇന്ന് മനുഷ്യൻ പരിമിതികളെ അതിജീവിച്ചുകൊണ്ടിരിക്കുക. ഇത് പോരാ, പക്ഷിയെ പോലെ പറന്നാൽ പോരാ, എനിക്ക് നക്ഷത്രങ്ങളിലേക്ക് എത്തണം, എനിക്ക് ദിവസങ്ങളിൽ മറ്റു പലതും നേടിയെടുക്കണമെന്നുള്ളതാ. ദൈവം വെച്ചിരിക്കുന്ന പരിമിതികൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുക. പിശാച് ദിവസങ്ങളിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പരിമിതി എന്താണോ എന്നുള്ള നോക്കി മനുഷ്യൻ പരിമിതിക്ക് മീതെ ഉയരുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഓരോന്നിനും കണ്ടുപിടിച്ചപ്പോൾ ഓരോന്നിനും പരിമിതിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മനുഷ്യനെ മടിയാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പണ്ട് വെള്ളം കോരണമായിരുന്നു, പണ്ട് TV നടന്നു പോകണമായിരുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി സ്വിച്ച് ഓൺ ചെയ്യും. ഇപ്പം കിടന്നുകൊണ്ട് ഫാൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, AC ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഏത് കാര്യം നമുക്ക് റിമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അപ്പം അങ്ങനെ എല്ലാ പരിമിതികളും മാറ്റി നമ്മൾക്ക് എന്താണോ പരിമിതി ഉണ്ടായിരുന്നത് അതൊക്കെ നാം കണ്ട് അതിനെ മാറ്റാൻ വേണ്ടി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തെയും കൂടി മാറ്റാൻ സാധിക്കുമോ എന്നുള്ള പരിമിതിക്ക് കൂടി അപ്പുറേ ചിന്തിക്കുവാൻ വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ മരണം വരെ മനുഷ്യനെ വിട്ട് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ദൈവത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, മൂക്കിൽ ദൈവത്തിന്റെ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത ആദമും ഹവ്വയും ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്നവരായിരുന്നത് കൊണ്ടാണ് പ്രാരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവരെ സൃഷ്ടിച്ചതാണ്. എന്നാൽ 5-ാം അധ്യായത്തിൽ അവരെ സദൃശ്യത്തിലേക്ക് മാറ്റിയത്. 5-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് അവരുടെ സദൃശ്യത്തിൽ, അത് പിന്നീട് ഞാൻ വായിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ എഴുതുന്ന പുസ്തകത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് സ്വരൂപം, എന്താണ് സദൃശ്യം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു,
അവരെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം അവർക്ക് വിവേകം കൊടുത്തിരുന്നു, ദൈവസ്വരൂപത്തിലായിരുന്നു. എന്നാൽ സദൃശ്യത്തിലേക്കായത് വിവേക വിവേചനം ചെയ്യാനുള്ളതായ, അല്ലെങ്കിൽ ശരിയും തെറ്റും ചിന്തിച്ചെടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മാറ്റിയപ്പോഴാണ് സദൃശരായി തീർന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവർ നമ്മിലൂടെ പോലെ ആയി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതുവരെയും ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇരുൾ കൂടി വന്നപ്പോൾ, ഇരുളിന് കീഴ്പ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ ദൈവം ഇരുളിൽ നിന്ന് വെളിച്ചത്തിനുമായി മാറ്റുവാനിടയാത്തുന്നു. അതിൻ്റെ അർത്ഥം തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ ഡിസിഷൻ പവറിലേക്ക് മനുഷ്യൻ മാറിയതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സദൃശ്യത്തിൽ അവരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി, സദൃശ്യത്തിലുണ്ടാക്കി. അപ്പോൾ എന്നാൽ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇതിനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു എന്ന് പറയും, ആണും പെണ്ണുമായി. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ 1-ാം അധ്യായത്തിൽ സ്വരൂപത്തെക്കുറിച്ച് മാത്രം പറഞ്ഞത്. കാരണം ഈ വൃക്ഷഫലം തിന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ദൈവത്തിന്റെ സദൃശ്യത്തിലേക്ക് മാറിയത്. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ അവിടെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇവരെന്തായി തീർന്നു? വിവേചനാധികാരമുള്ളവരായി തീർന്നു. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ സദൃശ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വചനവും വായിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഴങ്ങളും കാഴ്ചപ്പാടും അവിടെ ഉണ്ട്. നമ്മൾ വേദവസ്തം വായിച്ചു പോകുമ്പോൾ ഒരുപാട് വായിച്ചു പോകാറുണ്ട്. പക്ഷേ അവിടെ മറിഞ്ഞിരിക്കുന്ന ദൈവമർമ്മത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയെടുക്കണമെങ്കിൽ അതിന് പിമ്പിലുള്ള ചരിത്രം കൂടി മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം നിഷ്പാപയുഗത്തിൽ അവർക്ക് സദൃശ്യത്തിലേക്ക് വന്നിരുന്നില്ല, തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. തീരുമാനം എപ്പോഴാണ് എടുത്തത്? ഹവ്വ തീരുമാനമെടുത്തത് 2ാമത്തെ ചിന്ത വന്നപ്പോഴാണ്. അതുവരെയും ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്നു, സദൃശ്യത്തിലായിരുന്നില്ല. എന്നാൽ സ്വരൂപത്തിലുണ്ടായിരുന്ന മനുഷ്യന് സ്വരൂപം നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ സദൃശ്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ തീരുമാനമെടുക്കാനുള്ള നിലവാരത്തിലേക്ക് വന്നു. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ വിലമതിപ്പാനൊന്നുമില്ലാത്തവനായി എന്നേക്കും തള്ളിക്കളയാൻ വേണ്ടി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ് അത് ഇരുവായിട്ടുള്ള വാളിന് സദൃശമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ് അവനെ സന്ദർശിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ആ സൃഷ്ടി നടത്തിയ ശേഷമായി വചനം ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ആദത്തെ സൃഷ്ടിച്ച അന്നു മുതൽ അവൻ പാപത്തിലകപ്പെട്ട ശേഷമായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് മടങ്ങിപ്പോയെങ്കിൽ അവർ വീണ്ടും ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതേ ആത്മാവ് അവരിൽ വ്യാപരിപ്പാനായിട്ട് ഇടയാത്തിരുന്നു. അവർ ദൈവത്തിലും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ആത്മാവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് വിട്ടുപോകുന്ന ആത്മാവല്ല. അന്നു മുതൽ ഓരോ തലമുറകളിലൂടെ ദൈവം ഓർക്കുകയും സന്ദർശിക്കുകയും ചെയ്ത മനുഷ്യ തലമുറകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം അവനെ ഓർക്കുവാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവനെ ഓർക്കുവാൻ എന്തുള്ളൂ, അവനെ സന്ദർശിപ്പാൻ എന്തുള്ളൂ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവെന്ന് പറയുമ്പോൾ അതേ ഭൂരിപക്ഷം ആൾക്കാരെ നോക്കി ദൈവം പറഞ്ഞവരെ വിട്ടൊഴിയുക. എനിക്കവരെയല്ല വേണ്ടിയത്, എന്നാൽ എൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി എൻ്റെ വിവേകത്തിൽ നിൽക്കുന്നവനെ എനിക്ക് വേണം. രാത്രിയിൽ ദൈവാത്മാവ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, മൂക്കിൽ ശ്വാസമുള്ള ഈ ലോകത്തിൽ മാത്രം ജീവിക്കുന്ന മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടിയത്. അവൻ വിലയില്ലാത്തവനാ, അവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയവൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അവന് വിലമതിക്കുവാനില്ല. അവന് മൂക്കിൽ ശ്വാസം മാത്രമേ ഉള്ളൂ, അവന് വിലമതിക്കുവാൻ ഒന്നുമില്ല. എന്നാൽ ലോകത്തിൽ ഒന്നും നേടിയിട്ടില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വിവേകമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കാര്യങ്ങളെ വിവേചിച്ച് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ഇരുളിനെയും വെളിച്ചത്തെയും തിരിച്ചറിഞ്ഞ് ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭാവി ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ദൈവം അവരെ വിലയേറിയവരും മാന്യരുമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ഇനി എനിക്കധികം കൂടുതൽ സംസാരിക്കണമെന്നുമില്ല. കാരണം ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഇനി ഈ വിഷയത്തിന്റെ
എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചില്ലെങ്കിൽ പോലും ദൈവമക്കളാകുന്നവർക്ക് ഇതിന്റെ മർമ്മം മനസ്സിലായി വിചാരിക്കുന്നു. എങ്കിലും ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ഞാനതിന്റെ ആഴത്തിലേക്ക് എത്തുവാൻ കഥാവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ അവരെ വിലമതിക്കുവാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പൈശാചികൻ അവരെ കൊണ്ടുചെന്നെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ദൈവം നമ്മെ വിലമതിക്കാനില്ലാത്ത ഒന്നുമില്ലാത്ത ചവറാക്കി നരകത്തിന്റെ അവകാശികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യമണ്ണത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഒരുവൻ ലോകത്തിൽ വന്നത് വിലയില്ലാത്ത മനുഷ്യനെ വിലയുള്ളവനാക്കി മാറ്റുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ലോകത്തിൽ വന്നത്. അവന്റെ വരവ് വരെയും ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തികളെ ദൈവാത്മാവ് സന്ദർശിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും, ദൈവം ഓർക്കുകയും ദൈവം സന്ദർശിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തുടർമാനമായി നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ, അവനെ ഓർക്കുവാൻ മനുഷ്യനെ സന്ദർശിക്കുവാൻ അവൻ എന്തുമാത്രം ഉള്ളൂ എന്ന് ചോദിച്ച് അവിടെ ഒന്നും ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ചോദ്യമാണ്. ഇവിടെ പറഞ്ഞ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യ വിട്ടൊഴിവീൻ, അവനെ എന്ത് വിലമതിപ്പാൻ ഉള്ളൂ എന്ന് പറഞ്ഞ് ചോദ്യമിട്ടിരിക്കുക. എന്റെ അർത്ഥം വിലമതിപ്പാൻ ഇല്ല എന്നല്ല, എല്ലാവരെയും വിട്ടൊഴിയുവാനല്ല. അവിടെ പറഞ്ഞ 8-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെയും ചോദ്യമിട്ടിരിക്കുകയാണ്. അവിടെ വിലമതിപ്പാൻ എന്തുള്ളൂ എന്നാ ചോദിച്ചിരിക്കുന്നെങ്കിൽ, രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് മറ്റനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. അപ്പോൾ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം, ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യപുത്രനെ അവനെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. നീ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓർക്കും. ദൈവം നമ്മളെ ഓർത്താൽ അവൻ നമ്മളെ സന്ദർശിക്കും. അവന്റെ ഓർമ്മ, അവന്റെ സന്ദർശനം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നതാണ്. എപ്പോൾ ദൈവം ഓർത്തിട്ടുണ്ടോ, എപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്ത സമയമാകുമ്പോൾ ദൈവം ഓർക്കുകയും ദൈവം സന്ദർശിക്കുകയും വിടിവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 2025 പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഒന്ന് ഓർക്കണമേ, നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ, എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തണമേ എന്ന് രാത്രിയിൽ പ്രാർത്ഥിക്ക്. ദൈവം നമ്മെ ഓർക്കുവാൻ സമയമായി. ദൈവത്തെ ഓർപ്പിക്കുന്നവർ ദൈവത്തെ ഓർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനം ദൈവത്തിന്റെ സമയത്ത് ദൈവം അയക്കുവാനിടയത്തിനും നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്ന ദൈവ സന്ദർശനമാണ്. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുവാൻ ഇടയാറ്റിരുന്നത്, നാം ഒരു അതിശയ വിഷയമാറ്റിയിരുന്നത്, ഇവൻ എന്ത് മാറ്റമുണ്ടായി എന്ന് പറയത്തക്കവണ്ണം ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതേ, പാപത്തിന്റെ പടുകുഴിയിലായിരുന്ന, ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന, ഒരു പ്രത്യാശയുമില്ലാതിരുന്ന, ഭാവി ലോകത്തെക്കുറിച്ച് അഥവാ നിത്യതയെക്കുറിച്ച് ഒന്നും തന്നെ കാഴ്ചപ്പാടില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ഇന്ന് ഓരോ സമയങ്ങളിൽ നമ്മളിന്ന് സാക്ഷ്യം പറയത്തില്ലേ, നമ്മുടെ കർത്താവ് വരുമെന്ന്, നമുക്കൊരു ഭാവി ലോകമുണ്ടെന്ന്, ഒരു ഭാവി ഉണ്ടെന്ന്, ഒരു പ്രത്യാശ ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ? അതങ്ങനെ ആക്കിയെടുത്തതിന്റെ പിമ്പിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് അനേകർക്കില്ലാതിരിക്കുമ്പോൾ ഈ ഒരു ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ തന്നിരിക്കുന്നത്, ഭാവി ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നിരിക്കുന്നത് ദൈവപുത്രന്റെ പ്രവൃത്തി മുഖാന്തരമാണ്. ദൈവമാദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം കണ്ടിരുന്ന ഒരു ഭാവി ലോകമുണ്ട്, ഒരു ഭാവി തലമുറയുണ്ട്. ദൈവം ഓർക്കേണ്ടവരുണ്ട്, ദൈവം സന്ദർശിക്കേണ്ടവരുണ്ട്. അതുകൊണ്ട് ഒരു അടഞ്ഞ അധ്യായമായി ഏതിൽ നിന്ന് മനുഷ്യൻ ഇറങ്ങിയപ്പോൾ അവിടെ കൊണ്ട് തീരുകയല്ല ചെയ്തത്. മനുഷ്യനെ സമയങ്ങളിൽ സന്ദർശിച്ച് അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കുന്നു. വ്യക്തിപരമായി ദൈവം നമ്മളെ ഓർക്കും. അതേ, കുടുംബത്തെ ദൈവം ഓർക്കും, നമ്മുടെ സഭകളെ ദൈവം ഓർക്കും, രാജ്യത്തെ ദേശത്തെ ദൈവം ഓർക്കും. അതെ, ദൈവം ഓർക്കുമ്പോൾ അത് വ്യക്തിപരമായി, കുടുംബപരമായി, ദേശപരമായി, സഭാപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാറ്റിനും ഉപരിയായി നമ്മെ ഓർക്കേണ്ട സമയത്ത് നിത്യമായ ഓർമ്മ ദൈവം ഓർത്ത് നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരികയും ചെയ്യും. ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ ദൈവം ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
ഒന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. മൂക്കിൽ ശ്വാസം മാത്രമുള്ള മനുഷ്യനെ ഓർക്കുവാൻ ഒന്നുമില്ല, അവന് വിലമതിപ്പാൻ ഒന്നുമില്ല. എന്നാൽ ഇവന് വിലമതിപ്പാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ മക്കൾ അവരുടെ വീഴ്ചയ്ക്ക് വേണ്ടി ലോകത്തിൽ വന്ന യേശുവിനെ വിലമതിച്ചപ്പോൾ അവർ നോക്കിയത് 30 വെള്ളിക്കാശാണ് അവർ വിധിച്ചത്. സൃഷ്ടിതമായിരിക്കും ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ, വിവേകം ഊതിയവൻ, അവൻ ലോകത്തിൽ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവർ നോക്കി ആകെ നോക്കിയിട്ട് വിലമതിച്ചത് 30 വെള്ളിക്കാശാണ് യേശുവിന് വിലമതിച്ചതെങ്കിൽ അവനിൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിലയേറിയ രക്തമെന്ന, ആർക്കും വില മതിക്കാൻ കഴിയാത്ത വിലയേറിയ ജീവന്റെ സൃഷ്ടിതമായിരിക്കുന്ന ദൈവം ലോകത്തിൽ വന്നപ്പോൾ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ അവന് വില മതിച്ചത് 30 വെള്ളിക്കാശായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തെ വിലമതിക്കുന്നത് ഇത്രയുള്ളെന്ന് പറയുന്നത്, ദൈവസഭ ഇത്രയുള്ളെന്ന് പറയുന്നത്, സുവിശേഷം ഇത്രയുള്ളെന്ന് പറയുന്നത്, ബൈബിൾ തിരുവെഴുത്ത് ഇത്രയുള്ളെന്ന് പറയുന്നത് മൂക്കിൽ ശ്വാസമുള്ളവർക്ക് മാത്രമേ അത് വില കാണാൻ കഴിയാതിരിക്കുള്ളൂ. നസനായിരിക്കുന്ന യേശുവിന് മൂക്കിൽ ശ്വാസമുണ്ടായിരുന്ന അന്നത്തെ പുരോഹിതന്മാർ വിചാരിച്ചത് 30 വെള്ളിക്കാശ് മാത്രമാണെങ്കിൽ ഇന്നത്തെ ലോകവും ദൈവമക്കൾക്കും ദൈവസഭകൾക്കും ദൈവവചനത്തിനും വിലമതിക്കുന്നത് നിസ്സാരമായിരിക്കും. എന്നാൽ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ കുഞ്ഞാടിനെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നാം വിലയേറിയവരാണ്, മാന്യരാണെന്നുള്ളത് ഈ രാത്രിയിൽ മറന്നു പോകരുത്. തലമുറകൾ മറന്നു പോകരുത്. നാം വിലയേറിയവരാണ്, മാന്യരാണ്. ലോകം നമ്മളെ ചപ്പന്നും ചവറന്നും എണ്ണുമ്പോൾ നമ്മുടെ അകത്ത് പറയണം, അങ്ങനെ ലോകം നമ്മളെ ത്യജിക്കുന്നെങ്കിൽ, തള്ളിക്കളയുന്നെങ്കിൽ സന്തോഷിക്കണം. നമ്മുടെ അകത്തുള്ള ദൈവാത്മാവ് നമുക്ക് സാക്ഷ്യം പറയും, നിങ്ങൾ വിലയേറിയവരും മാന്യരുമാണെന്ന്. ഇന്ന് രാത്രി എത്രവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയും? അതെ, എന്നെ ദൈവം വിലയുള്ളവനാക്കി മാറ്റി. വിലമതിപ്പാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, യാതൊന്നും എനിക്ക് പറയുവാൻ പുകഴുവാനില്ലാത്തവനായിരുന്നു, പ്രത്യാശയില്ലാത്തവനായിരുന്നു, ദൈവമില്ലാത്തവനായിരുന്നു. ഒന്നിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒന്നും അറിയത്തില്ലാതിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വചനം നമ്മളെ സന്ദർശിച്ചപ്പോൾ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായി. 1-2 വ്യക്തികളെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. നമുക്കറിയാം, സാറയെ ദൈവം സന്ദർശിച്ചു, ഓളെ ഓർത്തു, ഓളോട് പറഞ്ഞു, ഇത്രാം ആണ്ടിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മാത്രം പോവുകയല്ല, അത് പറയുന്നവൻ നിവൃത്തീകരിക്കുന്നവൻ കൂടി. 21-ാം അധ്യായത്തിൽ നമുക്കറിയാം, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. അപ്പോൾ ആദ്യം ദൈവം നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും, ദൈവത്തിന് വാക്തത്വങ്ങൾ പറയും. ഈ ദൈവത്തിൽ പറയിക്കുന്നത് മുഴുവനും വാക്തത്വങ്ങളാണ്. അത് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ സമയത്ത് ദൈവം ഓർക്കും. ഓരോ വാക്തത്വ വചനത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. വ്യക്തിപരമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തിപരമായ സമയത്ത് ദൈവം അത് ഓർക്കും. അതിൻ്റെ പ്രവൃത്തിഭാഗത്തിലേക്ക് എത്തിക്കേണ്ട സമയത്ത് ദൈവം സന്ദർശിക്കും. അതാണ് ദൈവ സന്ദർശനം. ദൈവം സന്ദർശിച്ചു കഴിയുമ്പോൾ നിർജീവമായിരുന്നതിനെ സജീവമാക്കുവാൻ ദൈവത്തിന് കഴിയും. സാറയെ ദൈവം സന്ദർശിച്ച് അവളുടെ സ്ഥിതിക്ക് മാറ്റം വഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു ഉരുവാകുവാൻ ഇടയായിത്തീർന്നു. ദൈവം വാക്ക് പറഞ്ഞ് മാത്രം മാറിപ്പോകുന്നവനല്ല. ദൈവം ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് അവിടം കൊണ്ട് പരാജയപ്പെട്ടു പോയപ്പോൾ അവനെ തള്ളിക്കളയുകയല്ല ചെയ്തത്. ദൈവം അന്ന് വാക്തത്വം പറഞ്ഞിരുന്നു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. പാമ്പിനോട് പറഞ്ഞു, നിന്റെ തലയെ തകർക്കും. സാത്താനെ, നിന്റെ തലയെ തകർക്കുന്ന ഒരുവൻ നീ വഞ്ചിച്ച സ്ത്രീയിൽ നിന്ന് ഉളവാകുമെന്ന്. അത് ക്രിസ്തുവിൽ നിവർത്തിയിരിക്കപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ, ദൈവം അടിച്ചിരിക്കുന്ന വചനങ്ങൾ അത് നിവർത്തീകരിക്കപ്പെടാനുള്ളതാ. ഞാനിവിടെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു പോകുന്നത്, ദൈവം ആദ്യം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനെ നമുക്കൊരു പക്ഷെ വിശ്വസിക്കാൻ കഴിയത്തില്ലായിരിക്കാം. അബ്രഹാമിനോടും സാറായോടും പറഞ്ഞ കാര്യം അവർക്കന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് മറിഞ്ഞിരുന്ന കാര്യമായിരുന്നെങ്കിൽ, ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വാക്തത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിന്നെ വിലയുള്ളവനായി കാണുവാനിടയായിത്തരും. ദൈവം നിന്നെ സന്ദർശിക്കുവാനിടയായിത്തരും. അബ്രഹാമും സാറയും പറഞ്ഞു, ഞങ്ങൾ ആരാണ്
ഒന്നുമില്ലാത്തവരാ. അതെ, തലമുറയില്ലല്ലോ, ഒന്നുമില്ലല്ലോ, എല്ലാ സമ്പത്തുമുണ്ട്, എല്ലാമുണ്ട്. ശൂന്യത നോക്കി അവർ പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളോ, ഇനി എനിക്ക് എന്ത് തരും എന്നൊക്കെ ചോദിച്ച അബ്രഹാമിനെ കാണാൻ സാധിക്കും. അബ്രഹാം ചോദിക്കുകയാണ്, നീ എനിക്ക് എന്ത് തരും, എനിക്ക് എന്ത് തരും എന്ന് ചോദിപ്പാനിടയായി തീർന്നു. ദൈവത്തോട് ചോദിച്ചു, നീ എനിക്ക് എന്ത് തരും? അവൻ്റെ ഇല്ലായ്മയെ അവൻ വിളിച്ചു പറയാണ്, എനിക്ക് എന്ത് തരും? അതായത് എന്ത് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, എല്ലാം ഉണ്ടെങ്കിലും ചില ശൂന്യതകൾ നമ്മളെ എപ്പോഴും വേട്ടയാടാറുണ്ട്. ഇന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വേട്ടയാടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ വിരലിലെണ്ണാവുന്ന ശൂന്യതകളെ ഉള്ളുകൊട്ടോ. അനേകർക്ക് ഒരുപാട് ചോദ്യങ്ങളും ശൂന്യതകളുടെ മധ്യത്തിലായി ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ഇന്ന് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ലോകത്തിലേക്കൊന്ന് നോക്കുക, എത്രയോ പേർക്കാണെന്നറിയാമോ അവരുടെ വിഷയങ്ങൾക്ക് എണ്ണിയാൽ തീരാത്ത നിരവധി വിഷയങ്ങളുമായി അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒന്നുറങ്ങുവാൻ വേണ്ടി പലതിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നോട് നിങ്ങളോട് ദൈവാത്മ പറയുക, നമ്മുടെ വിഷയങ്ങൾ അത് സങ്കീർണമായ വിഷയങ്ങളല്ല, വിരലിലെണ്ണാവുന്ന ചില വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് പരിഹരിക്കുവാൻ വിശ്വസന. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ സങ്കീർണമായ ഒരുപാട് വിഷയങ്ങൾ ദൈവം കൊടുത്തിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു വിഷയം കൊടുത്തിരുന്നു, അത് അവന് തലമുറയെ കൊടുത്തില്ല. അതേക്കുറിച്ച് നമുക്കറിയാം എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നുള്ളതും. 75 വയസ്സിൽ പ്രയാണം അവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ട് അവൻ്റെ ജീവിതത്തിൽ 25 വർഷം കൊടുക്കാത്തതിൻ്റെ കാരണമുണ്ടായിരുന്നു. നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ആങ്ങളെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു, പെങ്ങളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന് സമയത്ത് മകളെ കൊടുക്കാതിരുന്നത്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സാറാ സുന്ദരിയാണ്, അവളെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ആ ലോകത്തിൻ്റെ നിലവാരമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് അബ്രഹാമിനെ കൊന്നിട്ട് അവളെ എടുക്കും. അതുകൊണ്ട് പോകുന്ന സ്ഥലത്തെല്ലാം പെങ്ങളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവം അവർക്ക് ആ സമയത്ത് തലമുറയെ കൊടുക്കാൻ, അല്ലെങ്കിൽ നേരത്തെ കൊടുക്കാമായിരുന്നു. എന്നാൽ അവൻ്റെ യാത്ര മുഴുവൻ തീർന്ന് അവൻ്റെ ഉള്ളകാൽ ചവിട്ടേണ്ട സ്ഥലങ്ങളെല്ലാം എത്തിയ ശേഷമാണ് ദൈവം അവൻ്റെ ഉള്ള വാഗ്ദത്തം നിവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ചില താമസങ്ങളും ചില തടസ്സങ്ങളും നമ്മളെ ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല. രാത്രി എല്ലാവരും പറഞ്ഞാട്ടെ, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഒരു സമയം അതിനു വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അന്ന് അവൻ നമുക്ക് തരും കൊട്ടോ. അബ്രഹാമിനും സാറായിക്കും 25 വർഷം ദീർഘശ്വാസം ഇടുകയായിരുന്നു. മക്കളില്ലല്ലോ, തലമുറയില്ലല്ലോ, പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ തരാതിരിക്കുന്നതിൻ്റെ പുറകിൽ ഉദ്ദേശമുണ്ട്. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടേണ്ട സ്ഥലമെല്ലാം ചവിട്ടി കഴിയുമ്പോൾ, നിന്റെ യാത്ര തീർന്നു കഴിയുമ്പോൾ നിനക്ക് നൽകേണ്ട തലമുറയെ ദൈവം നൽകാൻ വേണ്ടി കാത്തിരുന്നു. അതിനുശേഷമാണ് കർത്താവ് അവരെ സന്ദർശിപ്പാനിടയാത്തുന്നത്. സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ദൈവം അവരെ സന്ദർശിക്കേണ്ട സമയത്ത് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുവാനിടയാത്തുന്നപ്പോൾ ദൈവം പറഞ്ഞാൽ അവൻ മാറിപ്പോകുന്നവനല്ല. ദൈവം അത് ഓർക്കും. ദൈവം ഓർത്താൽ നമ്മെ അനുഗ്രഹിക്കും. അതിനെയാണ് യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്, രാവും പകലും നിങ്ങൾ സ്വസ്ഥമായിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രശംസാ വിഷയമാക്കുവോളും മനുഷ്യനെ പ്രാർത്ഥിച്ചോളും അവരെ ഓർപ്പിക്കുന്നവരാക്കി തീർക്കുവാൻ ഇടയാത്തിരുന്നെങ്കിൽ പ്രാർത്ഥനക്കാരായിരിക്കുന്ന എന്നെ നിങ്ങളെ ദൈവത്തെ ദൗത്യം ഓർപ്പിക്കുന്നവരായിട്ടാ, ദൈവത്തെ ഓർപ്പിക്കുന്നവരായിട്ടാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ? ദൈവമേ, ഇന്നയാളെ ഓർക്കണമേ, കർത്താവേ ഇന്ന വിഷയത്തെ ഓർക്കണമേ, കർത്താവേ ഇന്ന വിഷയം ദൈവമേ നീ അത് ഏറ്റെടുക്കണമേ, നീ അത് നടത്തണമേ, നീ ഒന്ന് ഓർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവേ ഇന്ന വിഷയങ്ങൾ ദൈവത്തിന് നമ്മൾ ഓർപ്പിക്കുമ്പോൾ ദൈവം പറയും, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് സന്ദർശനം അയക്കുവാനിടയാത്തരും. നീണ്ട എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോയിട്ടില്ല. ദൈവം അവരെ സന്ദർശിക്കേണ്ട സമയത്ത് സന്ദർശിച്ച് അവരെ വിടിവിപ്പാനിടയായിരുന്നു. നമുക്ക് ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിലും അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരുന്നത്, യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അവൻ പറഞ്ഞു കേൾപ്പിച്ചു, ജനം കാൺകെ അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചുവെന്നും തങ്ങളുടെ കഷ്ടത കടാശിയെന്ന് കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഇസ്രായേലിനെ സന്ദർശിപ്പാനിടയായിരുന്നു. അവരെ ദൈവം സന്ദർശിച്ച് അവരെ വിടിവിക്കുവാനിടയായിരുന്നു. അവരുടെ കഷ്ടത അതുവരെയും 430 വർഷം
മിസ്രൈമിൽ പരദേശവാസം ചെയ്യുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തത്രയും കാലഘട്ടം അവരോട് ആയിരിക്കാനിടയാത്തിരുന്നെങ്കിൽ ദൈവത്തിന്റെ സന്ദർശന സമയമായപ്പോൾ ദൈവം അവരെ സന്ദർശിച്ചു. അവരെ സന്ദർശിച്ചപ്പോൾ അവരെ വിടിവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കരം ഭുജമോടെ മിസ്രൈമിൽ നീട്ടി അവരെ വിടിവിച്ചെങ്കിൽ ദൈവം പറഞ്ഞിരുന്ന വാഗ്ദത്ത ദേശം അബ്രഹാമിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിച്ചു. അവനോട് പറഞ്ഞിരുന്നു, നീ കാണുന്ന ദേശം മുഴുവനും നിന്റെ തലമുറയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ സന്തതിയെ മിസ്രൈമിൽ കൊണ്ടുപോയെങ്കിൽ അവിടുന്ന് ദൈവം അവരെ 430 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടെങ്കിൽ തടസ്സങ്ങൾ എത്ര വന്നാലും ദൈവം അതിനെ മാറ്റും. കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവത്തിന്റെ വചനം അത് പൂർത്തീകരിക്കേണ്ട സമയത്ത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആലോചന നിവൃത്തി ആകേണ്ട സമയത്ത് ഒരു സെക്കൻഡിന്റെ ഒരു അംശം പോലും അത് മുമ്പോട്ട് പോകാതെ നിവൃത്തീകരിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ നിങ്ങളുടെ ക്ലോക്കിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഞാനും നിങ്ങളും തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിനനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു സമയം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയത്താകുമ്പോൾ അതിൻ്റെ സമയത്ത് അവനത് പ്രവർത്തിക്കും, അവൻ അത് ഓർക്കും, അത് പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സന്ദർശിച്ച് അവരെ വിടിവിക്കാനിടയെത്തുന്നു. എന്നും ദൈവജനം അടിമത്തത്തിൽ കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നും ദൈവം തലമുറയില്ലാതെ കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെ സാറായെ സന്ദർശിച്ച് മകനെ കൊടുത്തെങ്കിൽ, അത് ഇസ്രായേലിനെ സന്ദർശിച്ച് അടിമത്തത്തിൽ അവരെ വിടിവെച്ചെങ്കിൽ, രൂത്തിന്റെ സമയത്ത് അവർ ഇസ്രായേലിനെ സന്ദർശിച്ച് അവരുടെ ദാരിദ്ര്യം മാറ്റുവാൻ കഴിഞ്ഞുവെന്ന് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നും വാഗ്ദത്ത ദേശങ്ങൾ വാഗ്ദത്തം പ്രാപിച്ചവർ എന്നും ഒരുപോലെ അതേ ശൂന്യതയിൽ കിടക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നും അങ്ങനെ നിരാശപ്പെട്ട് കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം അടുക്കാത്തത് കൊണ്ടോ ദൈവത്തിന്റെ കാര്യപരിപാടിക്കനുസരിച്ച് വേണ്ടി കാര്യങ്ങൾ നീക്കപ്പെടുമ്പോൾ ദൈവം സന്ദർശിച്ചാൽ അബ്രഹാമിനും സാറയ്ക്കും മകനുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ദൈവം പറഞ്ഞതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ, ഭൂമിയിലെ പൂഴി പോലെ അബ്രഹാമിന് സന്തതിയെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞിരുന്നെല്ലാം അവന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, അത് മിസ്രായ ജനത്തിന്റെ അവരെ സന്ദർശിക്കേണ്ട സമയത്ത് അവരെ സന്ദർശിച്ച് അവരെ വിടിവിപ്പാൻ വേണ്ടി ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. ലൂത്തിന്റെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ നവോമിയും കൂട്ടരും അവര് മോവാബ് ദേശത്തേക്ക് മടങ്ങിപ്പോയെങ്കിൽ എന്നും ബേത്ലഹേം ക്ഷാമമായി കിടക്കുകയില്ല. അതിന് ഒരു സന്ദർശന സമയമുണ്ട്. ദൈവം സന്ദർശിക്കുമ്പോൾ ക്ഷാമം മാറുവാൻ ഇടയായിത്തരും. എന്നും നീ രോഗിയായി കിടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നും നീ കടക്കാരനായി കിടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നും നിന്റെ തലമുറയ്ക്കൊരു ഭാവിയില്ലാതിരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. രാത്രി ദൈവാത്മാ നമ്മളോട് ദൂത് പറയുക, അതെ, എന്നും അങ്ങനെ ഒരു ക്ഷാമത്തിൽ കിടക്കുവാൻ, എന്നും ഒരു ശൂന്യതയിൽ കിടക്കുവാൻ, എന്നും ഒരു ഇല്ലായ്മയിൽ കിടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവജനത്തെ സന്ദർശിച്ച് സ്ഥിതികൾ മാറ്റുന്ന ദൈവാത്മാവിന്റെ രാത്രിയിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കണ്ണുനീരൊഴുക്കുന്ന ഭാരപ്പെടുന്ന മറുപടിയില്ലാത്ത വിഷയങ്ങളിന്മേൽ ഇന്ന് കണ്ണുനീരിനെ കണ്ട് ദൈവം സന്ദർശനം അയക്കാൻ പോവുകയാണ്. പല രാത്രികളിലെ വേദനകൾ ദൈവം കാണുന്നുണ്ട്. രാത്രി ചില നെടുവീർപ്പുകൾക്ക് മറുപടി നൽകുവാൻ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ മുതൽ ഭാരം അനുഭവിക്കുന്ന ചില വിഷയങ്ങളുമേൽ, അതെ, നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ മുതൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുമേൽ അത് വിട്ടുമാറാതെ ജീവിതത്തിന്റെ ഭാരമായി, വേദനയായി, രോദനമായി മാറുന്ന ചില വിഷയങ്ങളുമേൽ ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ സന്ദർശനം അയക്കുകയാണ്. വിട്ടുമാറാത്ത ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില രോഗങ്ങൾ, ചില നിരാശകൾ,
ചില ബന്ധങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദർശനം അയച്ചിരിക്കുകയാണ്. ഞാൻ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയുടെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് രാജ്യങ്ങളിലേക്ക് എവിടെയെല്ലാം വ്യാപരിക്കണമോ അവിടെ അത് വ്യാപരിപ്പാൻ ഇടയാത്തരും. അതെ, ദൈവകൃപ വ്യാപരിച്ചു കഴിയുമ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വരുമെന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നും ദൈവജനത്തിന്റെ ക്ഷാമം നിൽക്കത്തില്ല. എന്നും ദൈവജനത്തിന്റെ ശൂന്യതകൾ നിൽക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നും ദൈവജനത്തിന് അതെ അടിമത്തത്തിൽ കിടത്തുവാൻ കഴിയത്തില്ല. എന്നും ദൈവമക്കൾക്ക് നിരാശയുടെ കാലങ്ങൾ ആയിരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കാണുമ്പോൾ അവരെ ദൈവം അവരുടെ തലമുറയെ കൊടുക്കുവാൻ വേണ്ടി ദൈവം സന്ദർശിച്ചു. അവർക്ക് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ദൈവരെ സന്ദർശിച്ചു. അടിമത്തം മാറ്റാൻ വേണ്ടി ദൈവം സന്ദർശിച്ചു. അങ്ങനെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവരുടെ ഭൗമിക കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുവാൻ വേണ്ടി സന്ദർശിച്ചുവോ, അവസാനമായി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ അത്യധികമായിരിക്കുന്ന അവന്റെ വിഷയങ്ങൾക്ക് പരിഹാരമായി തീരുകയില്ല എന്ന് ദൈവത്തറിയാമായിരുന്നു. എന്നാൽ ഇവരെ നിലനിർത്തി പോരേണ്ടത് ഒരുവൻ വെളിപ്പെടുവാൻ വേണ്ടിയായിരുന്നു. അതേക്കുറിച്ചാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യനെ സന്ദർശിച്ചതിനെ കുറിച്ച് 2-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ ഓർത്തനെ കുറിച്ച് പറയുന്നത് അതിന്റെ 69-ാം വാക്യം ആദ്യം മുതൽ 1-ാം അധ്യായം അതിന്റെ 68 വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ പ്രവിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം ഒരുവനിലേക്കായിരുന്നു. അത് മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരമായി തീരേണ്ട ദൈവകുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ ജനിക്കുമെന്നുള്ളത് മാനവവംശത്തിന്റെ ഉയർപ്പിന് കാരണമായി തീരുവാൻ, അവന്റെ അടിമത്തം മാറ്റുവാൻ, അവന്റെ വിശപ്പ് മാറ്റുവാൻ, അവന്റെ ക്ഷാമം മാറ്റുവാൻ, അവന്റെ പ്രശ്നം മാറ്റുവാൻ, അവനെ വിലയുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വരുമെന്നുള്ളത് ആദ്യം മുതൽ പ്രവചിച്ച പ്രവചനമായിരുന്നു. അതേക്കുറിച്ച് അവിടെ പറയുന്നത് അവരെ ഭയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഉയർത്തിരിക്കുന്നത് അതിന്റെ 79 വാക്യം ആർദ്രകരുണയാൽ ഉയരത്തുനിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം അതിന്റെ തികവിലേക്ക് എത്തേണ്ട സമയമായപ്പോൾ, മനുഷ്യവംശത്തെ ഉദ്ധരിക്കേണ്ട സമയമായപ്പോൾ, അവനെ പിടിച്ചു വെച്ചിരുന്ന മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് അവനെ വിടുവിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇവിടെ സെഖര്യാവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക, ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്ന് ഉദയമായിരിക്കുന്ന ക്രിസ്തു വെളിച്ചമായി ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഉദിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞ് ആ സന്ദേശം അവിടെ പറഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിൽ നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ആദം അത് നിത്യ മരണത്തിന് കാരണമായിത്തീരുന്ന പാപത്തിന്റെ കാരണമായിത്തീർന്നെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ഒടുക്കത്തെ ആദാമിലൂടെ മനുഷ്യവംശത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കരുതിയിരുന്ന തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനിടയാറ്റുന്നപ്പോൾ പഴയ നിയമത്തിൽ വചനം പ്രവാചകന്മാരോട് സംസാരിച്ചെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പ്രവചന വാക്യങ്ങളിലൂടെ ആയിരുന്നില്ല. പുതിയ നിയമത്തിന്റെ പ്രത്യേകത, പുതിയ നിയമത്തിൽ ദൈവം സാക്ഷാൽ ദൈവമായവൻ, അത് അവൻ തന്നെ ലോകത്തിൽ പ്രത്യക്ഷമായി എന്നുള്ളതാണ് ഇബ്രാഹിം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അള്ളിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്തു യേശു വചനമായിരുന്നവൻ ലോകത്തിൽ പ്രത്യക്ഷമായി അവൻ മുഖാന്തരമായി നമുക്ക് ഉദയം വെളിച്ചം കാണുവാനിടയെത്തുന്നു. അതുകൊണ്ട്
ഈ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് മനുഷ്യവംശത്തിന് വെളിച്ചം കിട്ടിയത്, യഥാർത്ഥമായി വെളിച്ചം കിട്ടിയത്. അവൻ വിലയുള്ളവനായി മാറിയത്, മാന്യനായി മാറിയത്, തികവുള്ളവനായി മാറിയത്. അത് ഏത് ജാതിയിലും ഏത് കുലത്തിലും ഏത് വർഗത്തിലും പെടുന്ന എല്ലാവർക്കും അവർക്ക് വിലയുള്ളതാക്കി മാറ്റിയത്, ഭാവി ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ നൽകുവാനിടയെത്തുന്നത് ക്രിസ്തു ലോകത്തിൽ വന്നത് മുഖാന്തരമാണ്. അവൻ മുഖാന്തരമായി മാറ്റങ്ങൾ സംഭവിക്കുക. ഇപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുവായിട്ടുള്ള വാളായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന വീണ്ടെടുക്കപ്പെടുവാനുള്ള ദൈവാത്മാവിന്റെ വചനം, അത് ഭൂമിയിൽ അവൻ ലോകത്തിൽ പ്രത്യക്ഷമായി അവൻ മുഖാന്തരമായി ജീവന്റെ വീണ്ടെടുപ്പ് അവൻ ക്രിസ്തു കാൽവരിയിലൂടെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അത് മുഖാന്തരമായിട്ടാണ് വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി നാം വിലയുള്ളവരായി തീരുവാനിടയാക്കുന്നത്. ലോകത്തിൽ ദൈവമക്കൾക്ക് വില മതിക്കാനൊന്നുമില്ല, അവരെ നോക്കുമ്പോൾ അവരെ കാണുവാനൊന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയണം, എൻ്റെ അകത്ത് ഒരുവനുണ്ട്, അവന്റെ വചനമാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്, അവന്റെ വചനം കൊണ്ട് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിലയുള്ളവനാണ്, വിലയേറിയവനാണ്, മാന്യനാണ്. കാരണം കർത്താവ് നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ക്രിസ്തുയേശു വന്ന് നമ്മെ വീണ്ടെടുത്തത് മുഖാന്തരമായി, ഉദയം നമ്മെ സന്ദർശിച്ച മുഖാന്തരമായി നമ്മളിൽ ഉണ്ടായിരുന്ന ഇരുൾ മാറുവാൻ ഇടയായിത്തീർന്നു. അതിനെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മെ ആ വളർച്ചയോടെ എത്തി അവന്റെ സദൃശ്യത്തിൽ സ്വരൂപത്തിലാക്കി അവരോട് തുല്യരാക്കി തീർക്കുവാൻ ദൈവാത്മാവിനെ ഭൂമിയിൽ അയക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്, അബ്രഹാമിനെ സന്ദർശിച്ചപ്പോൾ മകനെ കൊടുത്തു, ഇസ്രായേൽ ജനത്തെ സന്ദർശിച്ചപ്പോൾ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചു, ബേത്ലഹേമിനെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ വേണ്ടി സന്ദർശിച്ചപ്പോൾ അവിടെ ദാരിദ്ര്യം മാറ്റിയെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യാദമിക മനുഷ്യവംശത്തെ മുഴുവനും അത് ശൂന്യമാക്കിക്കൊണ്ടിരുന്ന ആ പാപത്തിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി പിതാവാം ദൈവം തൻ്റെ ആർദ്രകരുണയാൽ തൻ്റെ പുത്രനെ നൽകുവാനിടയായിത്തീർന്നു. അതെ, പ്രവാചകന്മാർ കാത്തിരുന്നത്, അവർ കാത്തുകൊണ്ടിരുന്നത് ആ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. അവർക്കത് കാണുവാൻ പലർക്കും കഴിയാതെ പോയപ്പോൾ, അവർ പ്രവചിച്ച് മറിഞ്ഞു പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ അവന്റെ വചനമാകുന്ന ജീവന്റെ വചനം മുഖാന്തരമായി നമുക്ക് വെളിച്ചമുള്ളത് കൊണ്ട് ആത്മാവിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നവനെ നമുക്ക് ധ്യാനിപ്പാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകർന്നിരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ദൈവത്തിന്റെ കൃപയാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ തന്നത് മുഖാന്തരമായി, അവന്റെ കൃപ നമ്മുടെ മേൽ പകർന്നത് മുഖാന്തരമായി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് നൽകുവാനിടയായിത്തീർന്നു. നാം ദാരിദ്ര്യമുള്ളവരായിരുന്നു, യഥാർത്ഥമായിട്ടുള്ള ആഹാരം നമുക്കില്ലായിരുന്നു, അതേ നാം അലഞ്ഞു തിരിഞ്ഞവരായിരുന്നു. എന്നാൽ നമ്മെ സമ്പുഷ്ടമാക്കുന്ന, നമ്മുടെ ജീവന് ആധാരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് അളവ് കൂടാതെ തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ദിവസങ്ങളിൽ പറയണ കർത്താവേ, നിന്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നു. അതേ കർത്താവേ, നീ നിന്റെ പുത്രനെ ക്രൂശിൽ ബന്ധിച്ചതുകൊണ്ട് എന്റെ ബന്ധനം അഴിയുവാനിടയാക്കുന്നു. അതേ കർത്താവ്, വചനമായിരിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്ക് അവന്റെ വചനം തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ക്ഷമം മാറുവാനിടയാക്കുന്നു. മനുഷ്യന്റെ ആത്മാവിനുണ്ടായിരുന്ന അവനിൽ വിലയില്ലാതിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മുടെ ഉള്ളത്തെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച്, നമ്മുടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ച, നമ്മെ ഉണർത്തിയെടുത്ത കുഞ്ഞാടിന്റെ ജീവന്റെ ശക്തിക്കായി രാത്രി സ്തോത്രം ചെയ്യാം. നമ്മുടെ അടിമത്തം മാറ്റിയ ദൈവത്തിന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ വിശപ്പ് മാറ്റുന്ന, ആത്മീയ ദാരിദ്ര്യത്തെ മാറ്റുന്ന ദൈവത്തിന്റെ വചനത്തെയും ആത്മാവിനെയും നമ്മൾ തന്നതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ, ആർദ്രകരുണയാൽ, കൃപായുഗത്തിൽ നാം ഈ ദിവസങ്ങൾ അടിമത്തത്തിലല്ല, നാം ഭീരുത്വത്തിലല്ല,
നാം ദാരിദ്ര്യത്തിലല്ല, നമ്മെ ദൈവം സമ്പന്നന്മാരാക്കി തീർത്തതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. ഈ ലോകത്തിൽ ഒരുപാട് കോടീശ്വരന്മാർ കാണും, എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കണം, നമ്മെ സമ്പന്നമാക്കിയിരിക്കുന്നത്, നമ്മളെ വിലയുള്ളതാക്കി മാറ്റിയത് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ജീവന്റെ രക്തം വ്യാപരിക്കുന്നുണ്ട്. അത് ക്രിസ്തുവേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, നാം വിലയേറിയവരാണ്, മാന്യരാണ്. വചനത്തിൽ പറയുന്ന നാം ദൈവത്തിന്റെ പ്രിയ മക്കൾ ആകുന്നുവെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ പ്രിയ മക്കളാകുന്നു. ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി നമ്മളെ മാറ്റി. മക്കൾ എന്നുള്ള പദവിയിൽ നിന്ന് നമ്മെ പ്രിയ മക്കൾ, എഫെസ്യ ലേഖനം മുഴുവൻ വായിച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അർത്ഥമായിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം തന്റെ സഭയെ സ്നേഹിച്ചതിനെ കുറിച്ച്, തന്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചു. ചോദ്യം എന്തായിരുന്നു? ഈ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്ത്? മർത്യനെ ഓർക്കുവാൻ അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രമെന്ന് ചോദിക്കുമ്പോൾ യെശയ്യാവ് പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് ചോദ്യങ്ങളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യനെ ദൈവം ഓർക്കുവാൻ ഉണ്ട്, മനുഷ്യനെ സന്ദർശിക്കുവാൻ ദൈവത്തിന് കാരണമുണ്ട്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയാതെ അവനെ തേടി വരുവാൻ കാരണമുണ്ട്. പഴയ നിയമത്തിൽ വിട്ടൊഴിയുവാനാ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മെ തേടി വന്നു. അതുകൊണ്ട് പറയുന്ന കർത്താവ് നമ്മെ തേടി വരുവാനിടയായിരുന്നു. പഴയ നിയമത്തിൽ വിട്ടൊഴിയുക എന്നാ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവാനല്ല, അവനെ വീണ്ടും വിവേകമുള്ളവരാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ പ്രിയമക്കളാക്കി തീർക്കുവാൻ, ആദിജാതനോട് സദൃശന്മാരാകുന്ന ആദിജാതന്മാരുടെ സഭയാക്കി തീർക്കുവാൻ വേണ്ടി യേശു മനുഷ്യവംശത്തെ തേടി വരുവാനിടയായിരുന്നു രാത്രിയിലും. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, കർത്താവ് നമ്മെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നാമും ഒന്നുമില്ലാത്തവരായി തള്ളപ്പെട്ടു പോകേണ്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ തേടി വന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിനെ നമ്മൾ എടുത്തു കളയുകയല്ല ചെയ്തത്. നമുക്ക് ഇവിടെ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ജോബേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. എന്നാൽ യോബിന്റെ പുസ്തകം അതിന്റെ 34-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കി എടുത്തെങ്കിൽ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകുമെന്ന രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അങ്ങനെ യോബിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, അത് സ്വർഗം ആ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെ ശ്വാസത്തെ മടക്കിയെടുത്തെങ്കിൽ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ജലപ്രളയം ഉണ്ടായപ്പോൾ നോഗയും കൂട്ടരെയും കൂടി അങ്ങ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ തീർന്നു പോയേ. പക്ഷേ ദൈവം അവിടെ തീർത്ത് കളഞ്ഞില്ല. അവിടെ വിവേകമുള്ള നോഹയും കുടുംബത്തെ വിൽക്കുവാൻ ഇടയായിത്തീർന്നു. അബ്രഹാമിനെ വിവേകമുള്ളവനായി വിളിച്ചിറക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേലിനെ ദൈവം വിവേകമുള്ള ഒരു ജാതിയാക്കി മക്കളാക്കി മാറ്റുവാനിടയായിത്തീർന്നു. പുതിയ നിയമത്തിലേക്ക് വരുവാൻ വേണ്ടി, തൻ്റെ പുത്രനെ അയക്കുവാൻ വേണ്ടി പിതാവാം ദൈവം ഒരുക്കിയെടുത്ത മാർഗത്തിലൂടെ തൻ്റെ പുത്രനെ ഭൂമിയിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനെ അയച്ചത് മുഖാന്തരമായി ഇവിടുന്ന് നമ്മെ മടക്കി വരുത്തേണ്ടതിന് വേണ്ടി ദൈവം ആത്മാവിനെ മടക്കിയെടുക്കുകയല്ല ചെയ്തത്, തൻ്റെ ആത്മാവിനെ പകരുകയാണ് ചെയ്തത്. അതുകൊണ്ട് യോബിൽ പറയുന്നത്, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ ഇപ്പോൾ ആത്മാവിനെ മടക്കിയെടുക്കുകയല്ല ചെയ്തത്, ആത്മാവിനെ പകരപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ആത്മാവിനെ പകരപ്പെട്ട കാലഘട്ടമാണ്. അതേ ക്രിസ്തുയേശു മുഖാന്തരമായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ വിവേകത്തിന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ദൈവാത്മാവ് പകരുന്ന ഒരു ജനതയായി മാറ്റപ്പെടുവാൻ കഴിഞ്ഞ 2000 വർഷമായി വിവിധ മേഖലകളിലൂടെ ദൈവസഭ കടന്നുപോയെങ്കിലും ഇന്നും ആത്മപകർച്ച നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതിനെയാണ് ആത്മപകർച്ച എന്ന് പറയുന്നത്. മടക്കിയെടുക്കുകയല്ല ചെയ്തത്, വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് സ്ഥിരമായി വാദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെ എന്നേക്ക് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ, കൃപായുഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട്
നാം ദിവസങ്ങളിൽ സ്വാതന്ത്ര്യമുള്ളവരാണ്, ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളവരാണ്, അവരുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാനുള്ളവരാണ്. ഇവിടം കൊണ്ട് തീർന്നു പോകാനുള്ളവരല്ല. വിലയുള്ളവരെ ചേർക്കുവാൻ വേണ്ടി വിലയേറിയവൻ വരുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കണം, ചോദ്യങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ഉത്തരം കാണുവാൻ സാധിക്കും. എന്താണ് വിലമതിക്കുവാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, വില ഇല്ലാത്തവരായിരുന്നെങ്കിൽ അത് മടക്കി, ശ്വാസത്തെ എല്ലാം മടക്കിയെടുത്ത് ഇല്ലായ്മ ചെയ്ത് ആക്കി തീർക്കാനായിരുന്നെങ്കിൽ അവിടെ മൂക്കിൽ ജീവശ്വാസമൂതി ആദമിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു ആനയെ സൃഷ്ടിച്ചതുപോലെ അല്ലെങ്കിൽ നക്ഷത്രത്തെ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. സാധാരണ ഒരു സൃഷ്ടിയെ പോലെ സൃഷ്ടിച്ച് വചനം കൊണ്ട് സൃഷ്ടിച്ചാൽ നിർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ അവനിൽ എന്നും വാദിച്ചുകൊണ്ടിരിക്കും തക്കവണ്ണം, അവനെ മടക്കിക്കൊണ്ടിരുന്ന തക്കവണ്ണം ജീവശ്വാസമായിരിക്കുന്ന ദൈവത്തിന്റെ ജീവശ്വാസം കൊണ്ട് അവന്റെ മൂക്കിലൂതിയത് അവനെ മടങ്ങി വരുവാൻ, വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനമയച്ചാൽ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ സൃഷ്ടി മുഴുവനുണ്ട്. ആ സൃഷ്ടി നടത്തി കഴിയുമ്പോൾ വചനം അവനിലേക്ക് മടങ്ങിപ്പോകും. അത് നശിപ്പിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ വചനമയച്ച് നശിപ്പിച്ചു കളയും. അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇന്ന് കാണുന്നത് മുഴുവനും അവന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ വചനത്താൽ നശിപ്പിക്കപ്പെടും. അതിന്റെ സമയം കഴിയുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയുവാനായിട്ടും ദൈവത്തിന്റെ അതേ വചനം തന്നെയാണ് വ്യാപരിക്കുന്നത്. അത് വ്യാപരിക്കുമ്പോൾ എന്നാൽ ദൈവത്തിന്റെ ജീവശ്വാസം അത് മനുഷ്യന്മേൽ പകർന്നിരിക്കുന്ന വിവേകത്തിന്റെ ആത്മാവ് അത് മടക്കിയെടുക്കപ്പെടുവാനുള്ളതല്ല. അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ദൈവം നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് വിവേകത്തിന്റെ ആത്മാവിനെയാണ്. അത് മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ളതായ വചനത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ വ്യാപരിപ്പിച്ച ദിവസങ്ങളിൽ നമുക്ക് വിവേകം തന്നിരിക്കിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തന്മാരാക്കിയല്ലോ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം ചെയ്യാം. അത് നാം വിലയേറിയവരാണോ, മാന്യരാണോ, വിലമതിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, നമ്മളെ നോക്കുമ്പോൾ നമുക്ക് വിലമതിക്കാൻ ഉള്ളതായിത്തീരാൻ കാരണം ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് നാം വിലയേറിയവരാണ്. അതുകൊണ്ട് സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഒരു വിലയും ഇല്ലാത്തവരാണ് ചിന്തിക്കുന്നെങ്കിൽ, അത് മൂക്കിൽ ശ്വാസം മാത്രമേ ഉള്ളൂവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഒരു സാധാരണമായിരിക്കുന്ന ഒരു ചിന്തയ്ക്ക് അതേതിരായി ഇവിടം കൊണ്ട് മാത്രമുള്ള ജീവിതമാണെങ്കിൽ രാത്രി ദൈവാത്മാവ് വാദിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും മൂക്കിൽ ശ്വാസമുള്ളൊരു മനുഷ്യനായി പൊടിയിൽ വീണാൽ ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്ന് വിചാരിക്കരുത്. സകല മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ച ഉദ്ദേശമുണ്ട്. നീ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാ മരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ന്യായം വിധിച്ചിട്ട് ഒരു വിലയുമില്ലാത്തവനായി അവനെ തള്ളിക്കളയുവാനിടയത്തിന് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ദൈവം തള്ളിക്കളയും, എന്നേക്കുമായി നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതുകൊണ്ട് പറയുന്ന മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിലമതിപ്പാൻ എന്തുള്ളൂ, അവനെ വിട്ടൊഴിവീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അന്ത്യന്യായവിധിയിൽ കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ അവൻ വിലയില്ലാത്തവനായി തീർന്നു കഴിഞ്ഞാൽ, ഈ സന്ദേശത്തെ നിരസിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ നിരസിച്ചു കഴിഞ്ഞാൽ, അവന്റെ വചനത്തെ നിരസിച്ചു കഴിഞ്ഞാൽ നീ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യൻ മാത്രമാ. ദൈവത്തിന് വിവേകം നിനക്കില്ല എങ്കിൽ മരിച്ച് പൊടിയിൽ ചേരും. എന്നാൽ ഒരു പുനരുത്ഥാനമുണ്ട്. അന്ന് എഴുന്നേറ്റ് വരേണ്ടതായിട്ട് വരും. അന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വിലയില്ലാത്തവനെ ദൈവം നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലും അത് ദൈവത്തിന് വിലയില്ലാത്തവരെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതുകൊണ്ടാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവന് വിലമതിപ്പാൻ എന്തുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇവിടെ വലിയ ജ്ഞാനമോ പാണ്ഡിത്യമോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായിരിക്കുന്ന പൊടിയോളം താഴ്ന്ന കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഒന്നുമില്ലാത്ത ദരിദ്രന്മാരായിരിക്കുന്ന ചിലരുണ്ട്. ഈ വചനത്തെ ആശ്രയിക്കുന്നവർ, യേശുവിനെ അംഗീകരിക്കുന്നവർ. അവരെയാണ്
ദൈവം താഴ്മയുള്ളവരെയാ ദൈവം ഉയർത്താൻ പോകുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിൽ വിനയപ്പെടുവാൻ കഴിയും? എത്ര പേർക്ക് താഴുവാൻ കഴിയും? ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ പലതിനെ പ്രൗഢിയെക്കുറിച്ചാണ് നമ്മൾ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അതിലാ ആശ്രയിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൂക്കിൽ ശ്വാസം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് വിവേകമില്ല. എന്നാൽ ഞാൻ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള വിവേകമുണ്ടെങ്കിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ജയാളികളായി ജീവിപ്പാൻ കഴിയും. അനേകർക്ക് വിവേകമില്ല. അവർ ദിവസങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവന്റെ ഒരു ദിവസമൊന്നും ചിന്തിക്കാതെ പാപത്തിൽ വീഴുവാൻ വേണ്ടി വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വിവേകമുള്ള ജീവൻ നയിക്കാനായിട്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. അത് വിശ്വാസിയായിട്ട് അവിശ്വാസിയായിട്ട് ആരുമാകട്ടെ, ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു കണക്ക് നമ്മുടെ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. കണക്ക് തീർക്കാൻ വേണ്ടി നാം എഴുന്നേറ്റ് വരികയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കണക്കുകളെല്ലാം ദിവസങ്ങളിൽ ദൈവത്തിന് സന്നിധി സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധി പൂർണ്ണമായി ചേർക്കുവാൻ കഴിയുമെങ്കിൽ വിലയുള്ളവരെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗത്തിൽ വരുവാൻ സമയമായി. എന്നാൽ നമ്മുടെ കാര്യങ്ങളെ മുഴുവനും മനസ്സിലാക്കിയെടുക്കുവാൻ കഴിവുള്ള ദൈവത്തെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാൽ, ദൈവത്തോടെ കർത്താവെ, നിന്റെ സന്നിധി സകലവും നഗ്നവും മലർന്നുമായിരിക്കുന്നു. എനിക്കൊന്നും മറച്ചു വയ്ക്കുവാനില്ല. എൻ്റെ അകവും പുറവും എല്ലാം നന്നായി അറിയുന്ന കർത്താവെ, നീ എന്നെ ശോധന ചെയ്ത് എന്നെ നിർമ്മലീകരിച്ച് എന്നെ വിലയുള്ളവനാക്കി മാറ്റണമേ. രക്തത്തിന്റെ വീണ്ടെടുപ്പ് എന്നിൽ പകർന്നല്ലോ, അതെന്റെ മേൽ ധാരാളമായി പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവമാണോ? അന്നെന്തുകൊണ്ട് കൃപ വ്യാപരിച്ചില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തത ചോദിക്കാറുണ്ട്. പുതിയ നിയമത്തിലെ യേശു സ്നേഹവും പഴയ നിയമത്തിലെ യഹോവ ക്രൂരനുമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് ഉത്തരം ഞാൻ വേഗത്തിൽ പറഞ്ഞ സന്ദേശം അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവിന് മാറ്റമില്ലാത്തവനാ, അവനെന്നും ഒരുപോലെയായിരിക്കുന്നത്. പഴയ നിയമത്തിലും ദൈവം സ്നേഹവാനായിരുന്നു. അന്ന് ജാതികളെ മുടിച്ചു കളയാൻ പറഞ്ഞത്, കൊന്നുകളയാൻ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം ഈ അവരെ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ അതൊരു ക്യാൻസർ പോലെ അനേകരെ തിന്നുകളയുമായിരുന്നു. ക്യാൻസർ ബാധിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം പിടിച്ചു കഴിയുമ്പോൾ അതിനെ മുറിച്ചു കളയാൻ പറയുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാ. മനുഷ്യനിൽ പാപം പെരുകിയപ്പോൾ ഇന്നിന്ന ജാതികളെ മുടിച്ചു കളയാൻ പറഞ്ഞത് ദൈവത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അന്ന് അവരെ ഇല്ലാതാക്കി കളഞ്ഞില്ലെങ്കിൽ ആ പാപം മുഴുവൻ ലോകത്തെ ഗ്രസിച്ച് ഒന്നുമില്ലാതാക്കി തീർക്കുമായിരുന്നു. നമുക്ക് നോഗയുടെ കാലത്ത് അന്നത്തെ ജനതയെ മുഴുവൻ ദൈവം ഇല്ലാതാക്കി കളഞ്ഞത് ദൈവത്തറിയാമായിരുന്നു. അല്പസമയം കൂടെ താമസിച്ചാൽ നോഹ ഉൾപ്പെടെയുള്ളവരും ഇല്ലാതാക്കിയിരുമെന്ന്. അതിനു മുമ്പായി ദൈവം അവരെ മുക്കിക്കളയോടെ തീർന്നു. അപ്പോൾ പഴയ നിയമത്തിൽ കൊന്നുകളഞ്ഞതിന്റെ കാരണം, ഇല്ലാതാക്കി കളഞ്ഞതിന്റെ കാരണം മുറിച്ചു കളയുകയാണ് ചെയ്തത്. നമുക്കറിയാം, കോവിഡൊക്കെ വന്ന സമയത്ത് മനുഷ്യനെ കൂട്ടത്തോടെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം അന്നത് ആവശ്യകതയായിരുന്നു. കാരണം രോഗാണുക്കൾ പടരാൻ പാടില്ലാത്തത് കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ബഹുമാനമൊന്നും കൊടുത്തില്ല, ആരും ചുംബനം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. കാരണം അന്നത് ചെയ്യാൻ കഴിയത്തില്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാ. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൊന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദേശങ്ങളെ മുടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിലൊരു കാരണമുണ്ട്. അതങ്ങനെ അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ ലോകം മുഴുവനും പാപത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു, ഇല്ലാതാക്കിയിരുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പുതിയ നിയമത്തിൽ അവൻ തന്നെ അത് മുഴുവൻ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ദൈവം സ്നേഹവാൻ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ദൈവം മുറിച്ചു കളയേണ്ടതിനെ മുറിച്ചു കളഞ്ഞു. പാപം ചെയ്തപ്പോൾ ദാവീദിനോട് പോലും പറഞ്ഞു, നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദൈവത്തറിയാമായിരുന്നു, നമ്മളോട് ഇടപെട്ടില്ലെങ്കിൽ പാപം പെരുകുമെന്ന്. അവൻ വിചാരിക്കും എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന്. പക്ഷേ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവനോട് ഇടപെട്ടു, നീ മരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പക്ഷേ നീ മാനസാന്തരപ്പെട്ടോട് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ദൈവം അവനോട് ഇടപെട്ടു. ജാതികളോട് മാത്രമല്ല ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഏത് ജാതി ആര് പാപം ചെയ്തോ അവരെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്, അവരെ ദൈവം കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. കാരണം അത് മറ്റൊന്നുമല്ല, ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, അത് രോഗം പിടിച്ചു കഴിഞ്ഞാൽ അത് വ്യാപിച്ചു മുഴുവൻ ഇല്ലാതായി തീരാതിരിക്കാൻ വേണ്ടിയാ. അന്ന് ദൈവം അതിനെ മുടിച്ചു കളഞ്ഞെങ്കിൽ
പുതിയ നിയമത്തിൽ അത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് മുഴുവൻ പാവത്തെ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹവാനായിരിക്കും ദൈവം ലോകത്തിൽ വന്ന് പറഞ്ഞു, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന സകല വിഷയങ്ങൾക്ക് പരിഹാരമായി തരുവാൻ ഞാൻ തന്നെ എൻ്റെ ജീവനെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ വിലയുള്ളവനാക്കി തീർക്കാൻ വേണ്ടി യേശു ദരിദ്രനായി ബലഹീനനായി അവൻ ഒന്നുമില്ലാത്തവനായി ലോകത്തിൽ വന്നു. ലോകം വിചാരിച്ചവൻ ഒന്നുമില്ലാത്തവനാണെന്ന്. തേജസ്സിനെ ഒഴിഞ്ഞു വെച്ച് ഭൂമിയിൽ വന്ന ക്രിസ്തു അവൻ തൻ്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത് വിലയുള്ളവരാക്കി തീർത്തു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ട്, ദൈവാത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ദിവസങ്ങളിൽ അത് നമുക്ക് മനസ്സാക്ഷി കാണുവാൻ സാധിക്കുന്നുണ്ട്. അധികം താമസിയാതെ പരിശുദ്ധാത്മാവ് സഭയും അതിൻ്റെതായിട്ടുള്ള തെളിവ് പ്രാപിച്ചവരും പോയ ശേഷമായി ഇവിടെ മ്ലേച്ഛത പെരുകും, പാപം പെരുകും. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി യേശു രണ്ടാമത് വരും. അന്ന് സകല ഭാവികളെയും ലോകത്ത് ജീവനോടിക്കുന്ന സകലരെയും കർത്താവ് മൂക്കിൽ ശ്വാസം മാത്രമുള്ള ദൈവത്തിൽ നകന്നു പോയതിനെല്ലാം തീച്ചുളിൽ ഇട്ട് കളയാൻ വേണ്ടി യേശു വേഗത്തിൽ വരും. അപ്പോൾ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ദൈവം അതിന്റെ സമയത്ത് ഇടപെടും. കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹമുള്ളത് കൊണ്ട് അന്ന് ഇല്ലായ്മ ചെയ്തത് ആലോചിച്ച് നോക്ക്. അത് പടർന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ കാലത്തെ പോലുള്ള പാപങ്ങൾ പെരുകിയിരുന്നെങ്കിൽ, സൊദോം നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിന് മുഴുവൻ പടരുമായിരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം അതിനെ ഇല്ലായ്മ ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ ചെയ്ത് കളഞ്ഞത് മുറിച്ച് കളയായിരുന്നു, ഇല്ലാതാക്കി കളയായിരുന്നു. അത് പടരാതിരിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഇല്ലാതാക്കി തീർത്തു. അവൻ മരണമാസ്വദിപ്പാനിടയാ തീർന്നു. 3 ദിവസം അവൻ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് അവന്റെ ആത്മാവിനെ പകർന്ന ദിവസങ്ങളിൽ മനസാക്ഷിയുള്ള, നിർമ്മല മനസാക്ഷിയുള്ള, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിലയേറിയ ഒരു സഭയെ സമ്പാദിച്ചിരിക്കുക. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിന്റെ ചോദ്യം ഇന്ന് രാത്രി പറയണം, ഞങ്ങൾ വിലയേറിയവരാണ്, മാന്യരാണ്. ദൈവം ഞങ്ങളെ ഓർക്കുന്നുണ്ട്, അതെ, ഞങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. അവന്റെ സന്ദർശനത്തിൽ തന്റെ പുത്രനെ അയച്ചു ഓർത്തതുകൊണ്ട് മനുഷ്യ വംശത്തെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവ പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയതുകൊണ്ട് ദൈവം തന്റെ സമയത്ത് നമ്മെ ചേർക്കുവാൻ വേഗത്തിൽ വരും. അതെ, നമ്മെ ഓർക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട്. പർദീസിൽ വിശ്രമിക്കുന്ന പൗലോസ് ഉൾപ്പെടെയുള്ള ദൈവത്തിന്റെ ഭക്തന്മാരെ അവരെ ഓർക്കുന്നുണ്ട്. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരിൽ തികവുള്ളവരെ ദൈവം ഓർക്കുന്നുണ്ട്. അതേ, നാഥാ എന്ന് നീ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ കത്തുവരവിന് വേണ്ടി, ആത്മമണവാളിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ, യേശു സന്ദർശിക്കുവാൻ സമയമായെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ ദൂതത്തിന് വിരാമിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സന്ദർശനം അയച്ചെങ്കിൽ, പ്രവാചകൻ മുഖാന്തരം സന്ദർശനം അയച്ചെങ്കിൽ, തന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ തികവിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആത്മമണവാളൻ നമ്മെ സന്ദർശിക്കുവാൻ വേണ്ടി വേഗത്തിൽ വരും. മധ്യാകാശത്ത് വരും. അവനോടുകൂടെ ചേർക്കപ്പെട്ട് ഭാവി ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയുള്ള, അതെ, അവനോടുകൂടെ നിത്യമായി വാഴുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ലല്ലോ. അവനെ സന്ദർശിപ്പാൻ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാം, ഞങ്ങളെ സന്ദർശിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. അവനോട് കൂടെ അവന്റെ സിംഹാസനത്തിരിപ്പാൻ വേണ്ടി വേലയുള്ളവരാക്കി മാറ്റിയതാണ് ഈ പുതിയ നിയമത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മാർക്കം. അത് ജീവന്റെ മാർക്കമാണ്. അത് നമ്മെ പൊടിയിൽ നിന്ന് ഉയർത്തി സ്വർഗത്തിലെ സിംഹാസനം ഇരുത്തുന്ന മാർക്കമാണ്. ഈ വിലയേറിയ മാർക്കം അതിനെ മറച്ചു വെക്കുവാൻ വേണ്ടി സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി നമുക്ക് പറയാം, അത് ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഒരു ദിവസം വരാൻ പോവുകയാണ്. അതെ, അവന് വേണ്ടി കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അവനോട് കൂടെ തേജസ്സിൽ നാം എടുക്കപ്പെട്ട് അവന്റെ സിംഹാസനത്തിരിക്കും. അന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ വില എന്താണെന്ന്. എല്ലാ കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ഭാരങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന തകർച്ചകൾ, ഇന്ന് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിരാശകൾ, വിശ്വാസം വന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമുക്ക് വരുവാനുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവിരിക്കുന്ന, നമ്മുടെ പിതാവിരിക്കുന്ന സിംഹാസനത്തിൽ അവനോട് കൂടി ഇരിപ്പാനുള്ള വലിയ പദവി തന്ന ദൈവജനം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ദിവസങ്ങളിൽ ശത്രുവിന്റെ കോട്ടകൾ ഇടിയപ്പെടണം. എല്ലാ നിരാശയോടെ
കെട്ടുകളും ഇന്ന് രാത്രി അഴിയപ്പെടുവാൻ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ദിവസത്തിൽ പറയാം, ഞങ്ങൾ വിലയേറിയവരാണ്, മാന്യരാണ്, ഞങ്ങളെ ഉയർത്തി അവനോടുകൂടി ഇരുത്തുവാൻ കാഹളം ധ്വനിക്കുവാൻ സമയമായി, യേശു കർത്താവ് വരുവാൻ സമയമായതുകൊണ്ട് അതെ വിട്ടൊഴിയുവാനല്ല, ചേർത്തുകൊള്ളുവാൻ വേണ്ടി കർത്താവ് പറയും, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറഞ്ഞത്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ വിലമതിപ്പാൻ എന്തുള്ളൂ എന്നാണ് ചോദ്യമെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച തികവ് പ്രാപിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്! സന്തോഷമുള്ളവർ കരങ്ങളിൽ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ദൈവം നമ്മളെ മാനിച്ചു, ദൈവം നമ്മളെ വിടിവിച്ചു. അതെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണി കർത്താവിന്റെ വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമിടുന്നു. ദിവസം മുന്നേറാം, കർത്താവിനോട് ഒരുക്കപ്പെടാം. അതെ, നാം മൂക്കിൽ ശ്വാസമുള്ള സാധാരണ മനുഷ്യരല്ല. നമ്മുടെ ജീവിതത്തിൽ ആദമിൽ പകർന്ന അഭിഷേകം, അവനിൽ പകർന്ന വിവേകം, അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മെ തികച്ച് അത് ക്രിസ്തുവിന്റെ ആത്മാവിൽ തന്ന്, അന്ന് ആദത്തിന്റെ മൂക്കിലാണ് ജീവശ്വാസം പകർന്നെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്റെ ആ പരിശുദ്ധാത്മാവിനെ തന്ന് സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ ദൈവമേ, ഞാൻ എന്തുള്ളൂ. എല്ലാ കരങ്ങളും ദൈവത്തിൽ ഉയർത്തി കണ്ണുകൾ അടച്ച ദൈവത്തോടെ, കർത്താവേ, എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ, എന്റെ ജീവൻ തന്നെ സ്നേഹിപ്പാൻ, എൻ്റെ പാപത്തെ എന്നെ വിടിവിക്കുവാൻ, എന്നെ ആ തേജസ്സിന്റെ സിംഹാസനത്തിരുത്തുവാൻ വേണ്ടി ദൈവമേ, നീ ലോകത്തിൽ വന്ന സ്നേഹം എത്ര വലുതാണ്. എല്ലാവരും അല്പസമയം ദൈവത്തിന് സമർപ്പിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടാം, പ്രാപിച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ പകർന്നിരിക്കുന്ന വിലയേറിയ ആ ജീവനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തോത് കൈമാറിക്കൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ തുടയ്ക്കുവാൻ, ഭാരങ്ങൾ മാറ്റുവാൻ, വേദന മാറ്റുവാൻ. എന്താ ഇത്ര വേദന, എന്താ ഇത്ര കഷ്ടത എന്ന് ചോദിക്കുമ്പോൾ ഇതിനപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദവിയിലെത്തുവാൻ കർത്താവ് നമ്മെ ഉയർത്തുവാൻ വേണ്ടി വേഗത്തിൽ വരുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇവിടുത്തെ കഷ്ടത തീരാൻ സമയമായി. അതേ, കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എന്നേക്കുമുള്ള നിത്യസൗഭാഗ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അനേകർ ഒരുക്കട്ടെ, തലമുറ ഒരുക്കട്ടെ എന്നുള്ള ദൂത് കൈമാറുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.